ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഏപ്രിൽ മാസം 22 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 94 ക്ലാസ്സിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ ഏവരെയും വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിലെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന 7 സംഭവങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ പഠനം പൂർത്തീകരിച്ചു. അത് കളമൊരുക്കിയത് 1000 ആണ്ട് വാഴ്ചയിലെ പഠനത്തിലേക്കായിരുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ആരാണ് അന്നത്തെ പ്രജകൾ, ആരാണ് പട്ടണത്തെ ഭരിക്കുന്നവർ, ആരാണ് ദൈവരാജ്യത്തിൽ പന്തിലിരിക്കാൻ ഭാഗ്യമുള്ളവർ, അതുപോലെ ദൈവത്തോടു കൂടെ വരുന്ന വിശുദ്ധന്മാർ ആരൊക്കെ എന്നുള്ള വിഷയങ്ങളെ സംബന്ധമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ കർത്താവ് കൃപ തന്നു. അപ്പോൾ അന്ന് കർത്താവിൻ്റെ ഭരണം ആരംഭിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നിരവധി ആയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള നിരവധി ചിന്തകൾ പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് 1000 ആണ്ട് വാഴ്ചയിലൂടെ ഭരിക്കുമ്പോൾ ഈ 3.5 വർഷത്തെ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കോപവും ക്രോധവും ചൊരിയുന്ന മുഖാന്തരമായി സംഭവിക്കുന്ന മാറ്റങ്ങളെ, പ്രകൃതിക്കും അതുപോലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും മാറ്റിയിട്ട് അതിനെ കർത്താവിൻ്റെ നീതിയോടുള്ള ഭരണത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയും ഭരണ സംവിധാനവും ആരോഗ്യ മേഖലകളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വെളിപ്പാട് പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 1-ാം മുദ്ര മുതൽ 7-ാമത്തെ കാകളം, 7-ാമത്തെ കലശം ഒഴിക്കുന്ന വരെയുള്ള വിഷയങ്ങളോട് ബന്ധത്തിൽ നമ്മൾ പഠിച്ചു. പിന്നെ ഹർമോദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും സമുദ്രത്തിൽ വെള്ളം രക്തമായി തീരുന്നതിനെക്കുറിച്ചും ഉറവുകൾ കയ്പായി തീരുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആകാശം ഇരുണ്ട്, സൂര്യചന്ദ്രന്മാർ ഇരുണ്ട് പോകുന്നു, നക്ഷത്രങ്ങൾ വീഴുന്നു, ഭ്രമണപഥത്തിൻ്റെ മാറ്റം വരുന്നു, പകല് കുറയുന്നു, രാത്രി കൂടുന്നു, ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ അതെല്ലാം വീണ്ടും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് ലോകസ്ഥാപനത്തിൽ എങ്ങനെയാണോ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് അതിനെ ഒരു മനോഹരമാക്കിയത്, അതനുസരിച്ചായിരിക്കും കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിലെ സമയത്തേക്കുള്ള ആ സമയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ആ രീതിയിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് തന്നെ എടുത്ത് പഠിപ്പിക്കണമെങ്കിൽ 25-ലധികം വേദവചനങ്ങൾ നമുക്ക് നമുക്ക് വേദവസ്തുവിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതെല്ലാം കൂടി എടുത്ത് പഠിപ്പിക്കുവാൻ നമുക്ക് സാഹചര്യമില്ല. അതിൽ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് പഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ അതെല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹർമോദ യുദ്ധം, 1000 ആണ്ട് വാഴ്ച, അതുപോലെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ആളുടെ ഇതെല്ലാം വിവിധ വിഷയങ്ങളാണ്. അതൊക്കെ ഓരോന്നും ഓരോ സബ്ജക്റ്റുകളായിട്ട് എടുത്ത് വളരെ ദീർഘദിവസങ്ങളും എടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സുദീർഘമായിരിക്കുന്ന ഒരു പഠനത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. എന്നാൽ സംശയങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ എങ്ങനെ അതിനെ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നിരവധി പഴയ നിയമ പ്രവചനങ്ങളുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവരാജ്യത്തെ സ്ഥാപിതമാക്കുന്നതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലെ കർത്താവ് പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് നിവൃത്തിയിരിക്കപ്പെടുന്നത് ഉള്ള ബന്ധത്തിലാണ് ഞാൻ പ്രാരംഭത്തിൽ ഈ വചന ശുശ്രൂഷ ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ അവസാന അത്താഴ ശുശ്രൂഷ അഥവാ കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നതിന് മുമ്പായി, കഷ്ടം സഹിക്കുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവൻ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ അവിടെ കൂടി വന്നപ്പോൾ കർത്താവ് അവിടെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അത് എന്താകുന്നു, അതെപ്പോൾ നിവൃത്തിയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ചിന്തിക്കും. കാരണം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വിഷയത്തിനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത കൊടുക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ചെറുതായതുകൊണ്ടല്ല. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ ഏറ്റവും അധികമായി പ്രാധാന്യത കൊടുത്തുകൊണ്ട് ആ വിഷയം എന്ന് പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യതയും
ദൈവമക്കൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ മനസ്സിലാക്കി കേൾക്കാൻ സാധിക്കും. 26-ാം അധ്യായം 29-ാമത്തെ വാക്യം അതിന് ആധാരമായിട്ട് ഞാൻ വായിക്കും. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 26-ന്റെ 29 നമുക്കറിയാവുന്നതാണ്. അതായത് സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് തൻ്റെ കഷ്ടം സഹിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാരുമായി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന്, അഥവാ വീഞ്ഞ് കുടിക്കുന്നു. കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നത് കല്യാണ നാളിലെ ഒരു വീട്ടിലെ അവൻ വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്ത കൊണ്ടാണ് ആരംഭിക്കുന്നത്. വീഞ്ഞിനെ കുറിച്ച് ഒന്ന് സന്തോഷമാണ്, സമാധാനമാണ്, ആരോഗ്യമാണ്. അപ്പോൾ സന്തോഷമുള്ളിടത്താണ് വീഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് വന്നത് മനോവിഷമത്തിലും പ്രയാസത്തിലും ഇരുന്ന പ്രതിസന്ധിയിലായിരുന്നവരെ വിടുവിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അപ്പോൾ അതാണ് അവൻ്റെ ശുശ്രൂഷ ആരംഭത്തെങ്കിൽ വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്ത് ദൈവമായി കർത്താവ് വെളിപ്പെട്ടപ്പോൾ മനുഷ്യനെ നിരാശപ്പെടുത്തി ദുഃഖത്തിനടിമയാക്കി പാപത്തിനടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന, സന്തോഷമില്ലാതെ സന്തോഷം കെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യേശു കർത്താവ് വന്ന കല്യാണ വീടിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ സന്താപത്തെ മാറ്റിയിട്ട് സന്തോഷം, ആനന്ദം ആകുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് ചെയ്തത്. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെങ്കിൽ കർത്താവ് ചെയ്തപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ നടത്തിയ ശുശ്രൂഷ എന്തിനെയാണ് നിഴലായി കാണിക്കുന്നത്? അത് കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് നടന്ന കല്യാണ ശുശ്രൂഷ, ഇപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു സ്വർഗം പ്ലാൻ ചെയ്തിരുന്ന, ലോകസ്ഥാപനത്തിന് മുമ്പ് കരുതിയിരുന്ന കുഞ്ഞാടിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ശുശ്രൂഷയുടെ നിഴലാണ്, അടയാളങ്ങളുടെ ആരംഭമായിട്ട് കർത്താവ് ചെയ്തത്. വിവാഹ വീട്ടിൽ ചെയ്തപ്പോൾ അതന്ന് ഭൂമിയിൽ നടക്കുന്ന വിവാഹമാണെങ്കിൽ സ്വർഗീയ പിതാവ് തൻ്റെ പുത്രന് വേണ്ടി ആലോചിച്ചിരിക്കുന്ന വിവാഹം നിവൃത്തിയിരിക്കപ്പെടും, ആ സ്വർഗാസ്വർഗത്തിലായി നടക്കും, അന്ന് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് തൻ്റെ ആരംഭ അടയാളം ചെയ്തത്. അവസാനമായിട്ട് കർത്താവ് ചെയ്തത് ദൈവരാജ്യം സ്ഥാപിതമാക്കപ്പെടുമെന്നും അന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ പന്തിയിൽ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്നും അന്ന് വരെ ഇനി കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം തന്നെ കുടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായി കർത്താവ് മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിച്ചിട്ട് ഈ ലോകത്തു നിന്ന് പോയത് 2000 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് അവിടെ കൂടി വന്ന ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ച്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ, കർത്താവ് പറയാണ്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ. അപ്പം അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തം, എൻ്റെ ശരീരം, അത് ദൈവം ശരീരം ചിന്തി രക്തം ഒഴുകി തന്ന ശരീരം തകർക്കപ്പെട്ട് അവൻ സ്ഥാപിച്ചെടുത്ത രാജ്യം, സഭ, അത് രണ്ടും പൂർത്തീകരണത്തിലേക്ക് വരും. ഇപ്പോൾ കനാവിലെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ കല്യാണം സ്വർഗാസ്വർഗത്തിൽ നടക്കുന്നു. അതിനുശേഷമായി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഭൂമിയിൽ നിവൃത്തീകരിക്കപ്പെടും. അപ്പം അതിനുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിയുടെ ഈ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിൻ്റെ രാജ്യം പിതാവിൻ്റെ രാജ്യമായി ഇവിടെ സ്ഥാപിതമാക്കപ്പെടുമെന്നും എൻ്റെ പിതാവിൻ്റെ നീതിവാന്മാരായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടവരെ പിതാവ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന, ലോക സ്ഥാപനം ഒരുക്കിയിരിക്കുന്ന പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പറഞ്ഞ പ്രജകളെ കയറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ പിതാവിൻ്റെ രാജ്യമായിരിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു രാജ്യം ഭൂമിയിലാകും. ആ ഭരണം ഇവിടെ കർത്താവ് കൊണ്ടുവരും. ഇപ്പം സ്ഥാപനം പോലെയുള്ള ഒരവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവരും എന്നുള്ളതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് കർത്താവിനോട് പന്തിയിലിരിക്കുന്നതിനെ കുറിച്ച് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 28-29 വാക്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവിനെ അന്ന് ഇവിടെ നമുക്കറിയാം ഒരുപാട് സദ്യകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ
ഈ ഇനി നടക്കാൻ പോകുന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിവാഹ കല്യാണ സദ്യ, അതുപോലെ പന്തിയിലിരിക്കുന്നത് ഇവിടെയുള്ള ഒരാളുടെയും കല്യാണമോ ആരുടെയും സദ്യയോ ഒന്നും അല്ല ഏറ്റവും കേമമായിട്ടുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന അതായിരിക്കും ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ 8-ാമത്തെ അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇടലിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും ബലിയടി ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കഥ പറയുകയാണ്, കിഴക്കെന്നും പടിഞ്ഞാറെന്നും അനേകർ വന്ന അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. അപ്പോൾ ആരൊക്കെ പന്തിയിലിരിക്കുന്ന പറയുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെ പന്തിക്കിരിക്കാനുള്ള അവകാശം ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് സ്ഥാപിതമാക്കുവാൻ കർത്താവ് പറഞ്ഞു, ഞാൻ കർഷം സഹിക്കുന്നതിന് വേണ്ടിയാണ്. കനാൻ ദേശം അവകാശമായി കൊടുത്തിരുന്നു. അന്ന് അബ്രഹാമൊക്കെ വാഗ്ദത്തദേശത്തെ ചുറ്റി നടന്നിരുന്നു. അവർക്ക് അവിടെ അവരുടെ കാല് നിലം വെക്കുമ്പോൾ സ്ഥലം കൊടുത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇവര് എല്ലാവരും അവനോടുകൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ളത് കർത്താവ് പറഞ്ഞാണെങ്കിൽ സംഭവിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് ദിവസങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവാഹം നടക്കും. കർത്താവിൻ്റെ വിശുദ്ധന്മാരും ഭൂമിയിൽ ഇവിടെ വരും. ഇവിടെ കർത്താവിൻ്റെ രാജ്യത്തിൽ പന്തിക്കിരിക്കാനുള്ള ഭാഗ്യം ദൈവമക്കളാകുന്ന പ്രിയപ്പെട്ടവർക്കുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മരിച്ചു പോയവരാ. പക്ഷെ അവരുടെ ശരീരം ഇപ്പോൾ മണ്ണോട് ചേർന്നിട്ടുണ്ട്. ഇവിടെ ആത്മാവ് പരദേശിയിലെ 1-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്നു. അവര് പുനരുത്ഥാനം പ്രാപിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇവര് പുനരുത്ഥാന ശരീരത്തോടു കൂടി കർത്താവിനോട് വരും എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അപ്പോൾ അവിടെ പുനരുത്ഥാനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമാണ്. പുനരുത്ഥാനം പ്രാപിച്ചാണ് അവർ കർത്താവിനോട് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 28, 29 വാക്യങ്ങൾ കൂടി ഒന്നുകൂടി ഇതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കുന്നു. അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളയുന്നതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുമ്പന്മാരായി തീർന്ന ബെമ്പന്മാരുണ്ട്, പെമ്പന്മാരായി തീർന്ന മുമ്പന്മാരുമുണ്ട്. ദൈവരാജ്യത്തിൽ പന്തിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ദൈവരാജ്യത്തിൽ പന്തിയിരിക്കാനുള്ള അവകാശം അന്ന് മനുഷ്യത്വം വെളിപ്പെടുന്ന ആളിൽ ചേർക്കപ്പെടുന്ന വൃതന്മാർക്ക് കല്യാണസ്ഥിതിയിലും തുടർന്ന് നടക്കുന്ന ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കാനുള്ള അവകാശമുണ്ട്. സ്നേഹിത പദവിയിൽ ചേർക്കപ്പെടുന്നവരിൽ നല്ലവരായിരിക്കുന്നവർക്കും അതിനുള്ള പദവി ലഭിക്കുന്നു. എന്നാൽ ഇവിടുന്ന് വ്യത്യസ്തമായി കഷ്ടം സഹിച്ചു നിൽക്കുന്ന വൃതന്മാരായിട്ടുള്ളവർ കാണുന്ന പട്ടണങ്ങളുടെ അധികാരം ദൈവം കൊടുക്കുന്നത്. കർത്താവിനോടുകൂടെ വരുന്ന വിശുദ്ധന്മാർ പട്ടണം ഭരിക്കാൻ പോകത്തില്ല. ഇവിടെ ഭൂമിയിലുള്ള മന്ദിരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യത്തില്ല. യാഗമൊന്നും നടത്താൻ അവരാരും പോകത്തില്ല. അതൊക്കെ ഭൂമിയിലുള്ള സാധുക്കിന്റെ പൗരോഹിത വർഗത്തിൽപ്പെട്ടവരെ കുറിച്ചാണ് നാം പറഞ്ഞു. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനും ദൈവത്തിനും കുഞ്ഞാടിനും അവര് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേലിൽ 144,000 ഉൾപ്പെടുന്ന പുരോഹിത വർഗമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഇവിടെയും അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവര് മരിച്ചുപോയി എന്ന് പറയുന്നെങ്കിലും ഇവിടെ ആരുടെയും പേര് മാഞ്ഞു പോയിട്ടില്ല. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവർ, എല്ലാം വിട്ടിറങ്ങി തിരിച്ചവർ, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാലും അവരുടെ പേര് അസ്തമിച്ചു പോകത്തില്ല. നമ്മുടെ കർത്താവ് ഇവരൊക്കെ എനിക്ക് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നഗരത്തിനോട് ബന്ധത്തിൽ, നഗര മതിലുകളോട് ബന്ധത്തിൽ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ ചേർന്ന് നിൽക്കുകയാണ്. ഗോപുരങ്ങളോട് ബന്ധത്തിൽ ഇസ്രായേൽ എന്നേക്കും ദൈവത്തിൻ്റെ 12 ഗോത്രങ്ങളോട് ബന്ധത്തിൽ അവർ കാണും. മന്ദിരത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടി സഭ ഉണ്ടായിരിക്കും. നഗരത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടി സഭയുടെ തോഴിമാട് കടത്തിപ്പെടുന്നവരുണ്ടായിരിക്കും. ഇവരാണ് സ്വർഗീയ തേജസ് പ്രാപിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവർ. അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിന്റെ പന്തിയിലിരിക്കും. അന്ന് അവിടെ പറയുമ്പോൾ പറയാണ് സകല പ്രവാചകന്മാരും. ലോകാരംഭം മുതൽ പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ലോകസ്ഥാപനം മുതൽ പ്രവചിച്ച പ്രവാചകന്മാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വേദവസ്തം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് അറിയാമെങ്കിൽ, ആ വിഷയ സംബന്ധമായി അറിയാമെങ്കിൽ
ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ നിസ്തുലത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്നുള്ളതിനെ വ്യക്തമാക്കുന്നതാണ്. നമ്മൾ ഏത് വചനം പഠിച്ചു പോകുമ്പോഴും അത് ശരിയായ പഠനമാണെങ്കിൽ നമുക്കറിയാം അത് അടുത്ത വചനം വായിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ കണക്ക് ചെയ്ത് പരീക്ഷയ്ക്ക് കണക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതിന് ഓരോ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കുള്ളിലൊരു ഒരു ഒരു ഉറപ്പുണ്ട്, അടുത്ത സ്റ്റെപ്പ് ശരിയാ, ഇത്രയും വരെ ചെയ്ത് ശരിയാണെങ്കിൽ നമുക്ക് ആ ആൻസർ കിട്ടുമ്പോൾ തന്നെ ടാലിയാകും അല്ലേ. ഭയങ്കര നമുക്കത് ചെയ്ത് വരുമ്പോൾ അറിയാം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് അവസാനം പോകും എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും പറയും എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തക പഠനത്തിലും ശരിയായ രീതിയിലുള്ള അപ്രോച്ച് ആണെങ്കിൽ, ശരിയായ രീതിയിലാണ് അത് പഠിച്ചു വരുന്നതെങ്കിൽ ഒരിക്കലും അത് തെറ്റിപ്പോകത്തില്ല. അത് നമ്മളത് പഠിച്ചു വരുന്നതോറും ഒന്നിനോടൊന്ന് ചേർന്ന് അവസാനം അത് ആൻസറിലേക്ക് എത്തും, അത് ഫൈനലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞത് ലോകസ്ഥാപനം ലോകാരംഭം തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ കർത്താവിലൂടെ പന്തിയിലിരിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ലോകസ്ഥാപനം മുതൽ എന്നുള്ള പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ലോകസ്ഥാപനം മുതൽ എന്ന് പറയാഞ്ഞത്? ലോകസ്ഥാപനത്തിൽ പ്രവാചകന്മാരില്ലായിരുന്നു. ലോകസ്ഥാപനത്തിൽ ആരാ പ്രവാചകന്മാരുണ്ടായിരുന്നത്? ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെടുക, അവർ അന്നേരം പ്രവാചകന്മാരായിട്ട് അവിടെ ആരുമില്ല. ലോകാരംഭത്തിലാണ് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നത്, ലോകാരംഭത്തിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 21-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും യഥാസ്ഥാനമാക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ തൻ്റെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുമ്പോൾ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു പറഞ്ഞാൽ ഇത് പൂർത്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് ആദ്യമായി പ്രവചിച്ചത് ഹാനോക്കാണ്. ലോകാരംഭത്തിൽ ആദ്യമായി കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരിൽ പ്രഥമ പ്രവചനം നടത്തിയത് ഹാനോക്കാണ്. യൂദയുടെ ലേഖനത്തെ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം വാക്യത്തിൽ ആദം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും പ്രഭക്തിയോട് ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം ഭക്തിയുടെ ഭാവികൾ തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂര്യങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് രണ്ടാമത് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് ആദം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ചു. യേശു തൻ്റെ വിശുദ്ധന്മാരുമായി വരും എന്നുള്ള പ്രവചനം അന്ന് ഹാനോക്കിനുണ്ടായിരുന്നു. ഈ കാഴ്ചപ്പാട് വചനത്തിൽ തെളിവ് ലഭിക്കുന്നവർക്ക് അവനോട് കൂടെ നടക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നടക്കുന്നവരെ എടുക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ദൈവന സംബന്ധമായിരിക്കുന്ന സ്വർഗീയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. നമ്മുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ക്രിസ്തുയേശുവിൻ്റെ വിളിയാലുള്ള ആശ അഥവാ ഇന്നതാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൂടെ നടക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഹാനോക്കിന് അങ്ങനെയൊരു ദർശനം ദൈവം കൊടുത്തിരുന്നു, ടീച്ചിങ് കൊടുത്തിരുന്നു, പ്രവചനം കൊടുത്തിരുന്നു. സകലവും നശിക്കും, അതിനുശേഷമായി അതെ കഥ പറഞ്ഞു, വെള്ളപ്പൊക്കത്താൽ നശിക്കും, നിഷ്ഠൂരന്മാർ പാവികൾ ചെയ്യുന്നതെല്ലാം ദൈവം ന്യായം വിധിക്കും. അവസാനമായി ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പം നോഗയുടെ കാലം കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞാലും ഇവിടെ സമാധാനം ഉണ്ടാകത്തില്ല എന്നാണ് കർത്താവിടെ പ്രവാചകൻ പ്രവചിച്ചത്. എന്നാൽ എല്ലാം വിധിക്കാനുള്ളവൻ വരുന്നത് 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്നതിനെക്കുറിച്ച് ഹാനോക്ക് പ്രവചിച്ചു. അപ്പോൾ സകല ഇടർച്ചകളും അധമം പ്രവർത്തിക്കുന്നവരെ മാറ്റി യോഹന്നാൻ സ്നാപകൻ ലോകത്തിലെ ഇസ്രായേലിനോട് ബന്ധത്തിൽ അവസാന പ്രവാചകനായ യോഹന്നാൻ പറഞ്ഞത് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ വീശി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർത്ത് തീ ഇട്ടുകളയുകയും ചെയ്യുന്ന പ്രവചനം പറഞ്ഞത് നമ്മൾ പൂർത്തീകരിക്കുന്നതാണ്. അപ്പോൾ ലോകാരംഭത്തിൽ പറഞ്ഞ പ്രവചനം 1000 വിശുദ്ധന്മാരുമായിട്ട് വരുമെന്ന് പറഞ്ഞ പ്രവചനം, അതുപോലെ തന്നെ അവസാന പ്രവാചകനായിരിക്കുന്ന ഇസ്രായേലിന്റെ പ്രവാചകൻ പറഞ്ഞ പ്രവാചനം ഇതാണ്, വീശുമുറവൻ്റെ കയ്യിലുണ്ടവൻ മുറ്റം വെടിപ്പാക്കി കളത്തെ മുറ്റും വെടിപ്പാക്കി കെടാത്ത തീയിട്ട് കളയും ഗോതമ്പ് അതെല്ലാം ഇങ്ങനെ ഓരോ പ്രവചനങ്ങളും നിവൃത്തിയാകും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറയുന്ന കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിവൃത്തിയാകുമെന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് കർത്താവ് വരുന്നത്. കർത്താവ് ശിഷ്യന്മാർ ചോദിച്ചിരുന്നു, അവര് ചോദിച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിൽ ലക്ഷണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ് മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ. നമ്മളതേക്കുറിച്ച് ഏകദേശം ഒരു പഠനം നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ യേശുക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പായും
ഇവര് ഇസ്രായേൽ ജനതയോടുള്ള യഹൂദനോടുള്ള ബന്ധത്തിലായതുകൊണ്ട് ഈ കർത്താവ് തൻ്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തും, കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കും എന്നുള്ളത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ സ്ഥാപിതമായി തീരും എന്നുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് അവർ കർത്താവോട് ചോദിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6 ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അതാ പറഞ്ഞ അത് രാജ്യം യഥാസ്ഥാനമാക്കുന്നത് ഉണ്ട്, നടക്കും. ഇസ്രായേലിനെ ദൈവം യഥാസ്ഥാനമാക്കും, അത് നടന്നിരിക്കും. പക്ഷെ അത് നിങ്ങൾക്കുള്ളതല്ല, അതിൻ്റെ സമയം അറിയേണ്ടത്. കർത്താവ് പറഞ്ഞ നാളും നാഴിയും തമ്മിൽ പിതാവല്ല മറ്റാരും അറിയും. നമ്മളതേക്കുറിച്ച് കൊയ്ത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നാളും നാഴികയും എപ്പോഴാണെന്നുള്ളത് കൊയ്ത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഇപ്പോൾ തന്നെ അറിയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇത് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, എന്നാണ് കർത്താവ് തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുക, എന്നാണ് നാം എടുക്കപ്പെടുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമ്മളതിൻ്റെ സമയം അന്വേഷിച്ചിരിക്കുകയല്ലേ, ലക്ഷണം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പലരുടെയും ഭയങ്കര പഠിപ്പിനും ടീച്ചിങ്ങും ഒക്കെ കർത്താവ് എപ്പം വരും എന്നുള്ളത് പഠിക്കുക. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളെ അത് നിങ്ങളെന്തിനറിയുന്നത്? അവൻ തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നമ്മളിപ്പം കർത്താവ് മധ്യാകാശം വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ സൂക്ഷ്മ കണ്ണാടി വെച്ച് എല്ലാം കൂടെ നോക്കിയിട്ട് ഇസ്രായേൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അത് ഒരു കാലങ്ങളെ കുറിച്ച് പഠിച്ചു പോകണം. അല്ലാതെ അതൊരു പ്രധാനമായിട്ട് കർത്താവ് എന്താ പറഞ്ഞറിയാവോ? നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അത് അതിൻ്റെ സമയത്ത് നടക്കും. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം അതാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഇവിടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളെന്നാൽ മതി, നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ മതി. ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പോരാം, അതിനുശേഷമായി ഞാൻ അവിടുന്ന് വരുമ്പോൾ ആ സമയത്ത് ഇവിടെ വന്ന് രാജ്യം സ്ഥാപിക്കും, യഥാസ്ഥാനമാക്കാമെന്ന് നമുക്കിതെല്ലാം അറിയാം. ഇന്ന് രാത്രിയിലും ഞാൻ പറയുന്നത്, യുദ്ധങ്ങൾ കണ്ടും കാര്യങ്ങൾ നോക്കിയും കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ആ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുള്ള കാര്യമാണ്. അതിൻ്റെ സമയം കാലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കാലങ്ങളെക്കുറിച്ച് അറിയണമെന്ന കർത്താവ് പറയുന്നത് കാലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. കാലത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്, അത് നമുക്കറിയാം. കാലനഷ്ടങ്ങൾ നമുക്കറിയാൻ മനസ്സിലാകും. പക്ഷെ അതിലല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. കഥ പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പോയി എൻ്റെ സാക്ഷികളാകുക. നമുക്കും ഈ ദിവസങ്ങളിൽ ഇതൊക്കെ കണക്ക് കുറിച്ച് വെച്ച് കാത്തു വെച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നതൊക്കെ നല്ലത്. നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, അത് കത്തിത്തീരാൻ പോവുകയല്ലേ. അപ്പം അതുകൊണ്ട് ഇത് തീരുന്നതിന് മുമ്പായി എനിക്ക് തികവിലേക്ക് എത്തണം, എനിക്ക് പൂർണ്ണതയിലേക്ക് എത്തണം. ഞാനൊരു ഓർമ്മയായി തീരുന്നതിന് മുമ്പായി ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നിൽ പൂർത്തീകരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കണം. അതുകൊണ്ട് കഴിവതും നമ്മളെല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളാൽ ആവോളം എല്ലാവരോടും സമാധാനമായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുക. കർത്താവ് നമ്മൾ എടുക്കപ്പെടുവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മെ തന്നെ ഒരുക്കി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ നീ എപ്പോൾ വന്നാലും എന്നെ കൂടി ഓർക്കണമേ, എൻ്റെ കുടുംബത്തെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നമ്മുടെ സമയം വൃഥാവാക്കി ഒരുപാട് ഈ കാര്യങ്ങളിലേക്ക് പതറിപ്പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്നാൽ ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കരുതെന്നല്ല. പക്ഷെ കർത്താവോട് പറഞ്ഞ് നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലഭിച്ച് ശുശ്രൂഷ ചെയ്തുകൊള്ളുക, എൻ്റെ സമയം ഞാൻ വെളിപ്പെടുത്തി തരും. നിങ്ങൾ തന്നെ അതേക്കുറിച്ച് പിന്നീട് ആത്മാവ് ലഭിച്ചിട്ട് അതേക്കുറിച്ച് പറയും. അവർ തന്നെ പറയുകയും ചെയ്തു. നമ്മൾ അനേക പ്രവചനങ്ങൾ അതിൽ സംബന്ധമായി രേഖപ്പെടുത്തി വായിച്ചിട്ടുമുണ്ട്. ഇന്ന് രാത്രിയിൽ യഥാസ്ഥാനപ്പെടുത്തും, അത് ദൈവത്തിൻ്റെ സമയത്ത് നടത്തുന്ന കഥ യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ളത് സത്യമാണ്. ഇനി യഥാസ്ഥാനപ്പെടുത്തിയ ചില വിഷയം പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. അപ്പം അത് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വേഗത്തിൽ ഒരു ഭാഗം വായിക്കാം. നമുക്ക് ഇതിനേക്കാൾ കൂടുതലായി പഠിക്കേണ്ടത്, ഏറ്റവും അധികം പഠിക്കേണ്ടത് വെളിപ്പുറസ്തവമായിട്ടുള്ള താരതമ്യത്തിൽ എന്താണ് 1000 ആണ്ട് വാഴ്ചയുള്ള വിഷയമാണെങ്കിലും, ഇപ്പോൾ കഥ യഥാസ്ഥാനപ്പെടുത്തുന്ന അന്ത്യകാലത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായവും മീഖായുടെ പ്രവചനം 4-ാം അധ്യായം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെടുന്നത് എന്നാണെന്നുള്ളത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിരവധി വചനങ്ങൾ സംബന്ധമായിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ അതേക്കുറിച്ചും വായിക്കാനായിട്ടൊക്കെ താല്പര്യപ്പെടുകയാണ്. എൻ്റെ 2-ാം അധ്യായം എൻ്റെ 1 മുതൽ വായിക്കാം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം
പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിക്കുകയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കറ്റുകളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. ഇതേ വചനം തന്നെയാണ് മീഖ പ്രവാചകനും എഴുതിയിരിക്കുന്നത്. മീഖയുടെ പ്രവചനം അതിന്റെ 4-ാം അധ്യായം 1 മുതൽ പറയുന്ന ഭാഗം വായിക്കുമ്പോഴും സെയിം പ്രവചനം തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. അന്ത്യകാലത്ത് മീഖയുടെ പ്രവചനം 4-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ മീതെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതയിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങിയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തരും താന്താന്റെ മുദ്രകളുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അള്ളിച്ചെതിരിക്കുന്നു എന്ന്. സകല ജാതികൾ താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്നു നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്നു നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും ഒക്കെ രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം, യെശയ്യാവ് പ്രവചിച്ച പ്രവചനവും ആദ്യം കുറവുകളും കുറ്റങ്ങളും ഒക്കെയാണ് പ്രവചനത്തിലുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് അവർക്ക് ദർശിച്ചിരുന്നത്, എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറവും കുറ്റമില്ലാത്ത മനുഷ്യനില്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. എന്നാൽ നാം ഇത് വായിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ യഹൂദയെ കുറിച്ചൊക്കെ പ്രവചിച്ച് നിരവധി വിഷയങ്ങൾ അവർ വളരെ പാപത്തിലും അടിമത്തിലും പോകുന്നുണ്ടെങ്കിലും ദൈവം അവരിൽ ദർശിച്ചത് ഒരു രാജാവായി യേശു ഈ ലോകത്തിൽ വാഴുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭം മുതൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കുമ്പോൾ കാണാൻ സാധിക്കും. അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകാവസാനത്തിന്റെ അവസാന കാലം. അന്ത്യകാലം എന്നുള്ളത് നമുക്കറിയാം, ആരംഭം മുതൽ യേശു കർത്താവിന്റെ 1-ാം വരവ് മുതൽ 2-ാമത്തെ വരവ് വരെയുള്ള കാലമാണ് അന്ത്യകാലം. അപ്പോൾ അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം എന്ന് പറഞ്ഞാൽ യെരൂശലേം. യഹോവയുടെ ആലയം എന്ന് പറയുന്ന ആലയമുള്ള പർവ്വതം യെരൂശലേം അതിനെക്കുറിച്ച്. യെരൂശലേം അത് മഹാരാജാവിന്റെ നഗരമാണ്. പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. എൻ്റെ ആലയം സകല ജാതികൾക്ക് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് പുതിയ നിയമത്തോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ പറയുന്ന അക്ഷരികമായിട്ടന്ന് വരാൻ പോവുകയാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, സകല ജാതികളും സഭകളിലേക്ക് ഒഴുകി വരുന്നുണ്ട്. പക്ഷേ യെരൂശലേം ദേവാലയത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാവർക്കും ചെല്ലാൻ കഴിയത്തില്ല. എന്നാൽ ഒഴുകിച്ചെല്ലുന്ന, താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകിച്ചെല്ലുന്ന സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഒരു ഒഴുക്കുണ്ടാകും. ഇപ്പം നമുക്കറിയാം, സാധാരണ മലകളിൽ നിന്നാണ് അരുവിയൊക്കെ പുറപ്പെട്ട് താഴേക്ക് ഒഴുകി അവര് അരുവികളൊക്കെ അവസാനിക്കുന്നത് കടലിലാണെങ്കിൽ അതിനെതിരെയുള്ളൊരു ഒഴുക്ക് ഉണ്ട്. ജാതികളായിരിക്കുന്ന സകല ജാതികളും യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച്. എന്നാണ് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയ സെഗ്രാൻഡ് പറഞ്ഞിട്ടുണ്ട് എന്ന് അവരെത്തുമെന്നുള്ളത്. എവിടേക്ക് എപ്പോൾ എത്തണമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചും സെഗ്രാൻഡ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എത്തുന്നത്? അപ്പോൾ ഒരിക്കലും നിലച്ചു പോകാത്തൊരു ഒഴുക്കുണ്ടാകും. അപ്പോൾ അന്ന് ഈ പറയുന്ന ഉപരോധം കാണത്തില്ല, യാത്രാ തടസ്സമുണ്ടാകത്തില്ല. കർത്താവിന്റെ രാജ്യം ഏറ്റുകഴിഞ്ഞാൽ ഈ സകല ജാതികൾ എന്നുള്ള ആൾക്കാർ എപ്പോഴും യെരൂശലേമിൽ വന്ന് മഹാരാജാവിനെ നമസ്കരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് എല്ലാവരും എത്തേണ്ട സമയമുണ്ടെന്നും സെഗ്രാമിന്റെ 14-ാം അധ്യായത്തില് അതിന്റെ 13 വാക്യങ്ങൾ ഞാൻ വായിക്കാം.
13 മുതൽ വായിക്കും, 14 മുതലുള്ള വാക്യം, അതിന് മുകളിലുള്ള ഭാഗങ്ങൾ വായിക്കണം. പക്ഷേ അതെല്ലാം കൂടെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമയമില്ല. അത് ഞാൻ പ്രധാനപ്പെട്ട വിഷയം പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിവിടെ പഠിക്കുന്ന അങ്ങനെ ഈ പാളയത്തിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലുള്ള ബാധ ഉണ്ടാകും. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിൽ ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. അപ്പോൾ യെരൂശലേമിനെ നശിപ്പിക്കാൻ വരുന്ന സകല ജാതികളിലും നിന്ന് അന്ന് മനസ്സാക്ഷിക്കുള്ളവൻ മാറി നിൽക്കും. അവരാണ് വൃതന്മാരായിട്ടുള്ളവരൊക്കെ സഹായിക്കുന്നത്, യെരൂശലേമിലുള്ളവർ സഹായിക്കുന്ന അവരാണ് നീതിമാന്മാരുടെ ഇടയിൽ പെടുന്നത്. അവിടെ പറയുന്ന സകല വരുന്നതിൽ അന്ന് അനുസരിക്കാത്തവരെല്ലാവരും ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ വാളിന് ഇരയായി രക്തം ഒഴുകി മരിച്ചു പോകുമ്പോൾ ഇവിടെ കുറെ വരുന്ന ആൾക്കാരിൽ സൈന്യങ്ങളിൽ, ലോകത്തുനിന്ന് വരുന്ന സകല സൈന്യങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുന്ന മനസാക്ഷിയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവനും വന്നത് യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള യെരൂശലേമിനെതിരെ വരുമ്പോൾ നീതിയോടും ന്യായത്തോടും നിൽക്കുന്ന ഒരു രാജ്യമാണെന്നും ദേശമാണെന്നും അത് മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കുന്നവരാണ് അന്ന് സഹായം ചെയ്യുന്നവർ. അവരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിൽ ശേഷിച്ചിരിക്കുന്ന ഏവനും എന്ന് പറഞ്ഞാൽ ഇവര് നീതിമാന്മാരെ ഗണത്തിൽപ്പെടുന്നവരാ. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കപ്പെട്ടവർ ഏവനും സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വന്നു ചേരുന്ന മുഴുവനും മരിച്ചു പോവുകയല്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും മനസാക്ഷി മരവിക്കാത്ത ഒരു സാഹചര്യമുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കും. ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവ് നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. അപ്പം അന്ന് എല്ലാ വർഷവും വരേണ്ട ഒരൊറ്റ പെരുന്നാൾ കൂടാരപ്പെരുന്നാളാണ്. ഈ കൂടാരപ്പെരുന്നാളാണ് 1000 ആണ്ട് വാഴ്ച. അത് ഈ കുഞ്ഞുമാരുടെ പെരുന്നാളിൻ്റെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ പെരുന്നാളാണ്. ആ പെരുന്നാൾ കൂടാരപ്പെരുന്നാളാണ്. അതിൻ്റെ പൊരുളായിട്ടുള്ളതാണ് 1000 ആണ്ട് വാഴ്ച. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചല്ലോ, ദിവസങ്ങളുടെ ബന്ധത്തിൽ പഠിക്കുമ്പോൾ ദിവസങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളിലെ ഒരു ദിവസമാണ് കൂടാരപ്പെരുന്നാൾ, 1000 ആണ്ട് വാഴ്ച. അപ്പോൾ അന്ന് എല്ലാവരും വരണമെന്നുള്ള പറയുന്നത് വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. അപ്പം മഴയെ ദൈവം ശിക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അനുഗ്രഹത്തിനും ശിക്ഷയ്ക്കും താക്കോലായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മഴയാണ്. അപ്പോൾ ആരെങ്കിലും യെരൂശലേമിൽ വരാൻ, ഇപ്പോഴും നടക്കുന്ന സംഭവമല്ല. സകല വംശങ്ങളും കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുവാൻ ഇന്ന് ഇസ്രായേലിൻ്റെ ആൾക്കാരാ ചെല്ലേണ്ടത്. അവരെല്ലാവരും എത്തേണ്ടതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആണ്ടിൽ സംവത്സരത്തിൽ 3 പ്രാവശ്യം ഇസ്രായേലിലെ പുരുഷന്മാരൊക്കെയും ദൈവത്തിൻ്റെ ആലയത്തിൽ വരണമെന്നുള്ള പ്രമാണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയായ രാജാവ് നമസ്കാരം കൂടാരപ്പെരുന്നാൾ ആചരിപ്പാൻ ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്ക് ഉണ്ടാകുകയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവനക്കുണ്ടാകും. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രയീമിലുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇത് തന്നെ. സകല ജാതികൾ ഒന്നാളിൽ കുതിരമണികളെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകല ജാതികളുള്ള ബന്ധത്തിലുള്ള വിഷയമാണ് കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് കൂടാരപ്പെരുന്നാളൊക്കെ ഇസ്രായേൽ ആഘോഷിക്കുന്നത് അവരോടുള്ള ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. അവർ അന്ന് ഒലിവ് മരത്തിൻ്റെ അത്തിയുടെ വൃക്ഷത്തിൻ്റെ ഒക്കെ ചോട്ടിൽ താമസിച്ച് സമാധാനത്തിന് വേണ്ടിയാണ് വെളിയിൽ പോയി താമസിക്കുന്നത്. ഇന്നത് പ്രായോഗികമല്ല. എന്നാൽ അത് പ്രായോഗികമാകുന്ന, അക്ഷരികമായി പ്രായോഗികമാകുന്ന ഒരു കാലഘട്ടമാണ്. യാക്കോബിൻ്റെ ദാവീദിൻ്റെ മുളയായ ഒരുവൻ അവൻ എഴുന്നേറ്റ് നീതിയോടെ ഭരണം നടത്തുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഒരു ഭരണം ഉണ്ടായിരിക്കും. ലോകാരംഭത്തിൽ ഭരണം സാത്താൻ്റെ അധീനതയിലേക്ക് പോയെങ്കിൽ അന്ത്യകാലത്തിൻ്റെ അവസാനത്തെങ്കിൽ, ലോകാവസാനത്തിൻ്റെ അവസാനത്തെങ്കിൽ സാത്താനെ 1000 ആണ്ട് ദൈവം ചങ്ങലക്കിട്ട് അകാലത്തിലാക്കും. എതിർക്രിസ്തുവിനെ കള്ളപ്രവാചകനെ എന്ന് പറഞ്ഞാൽ ഭരിച്ച് ലോകത്തെ അധപ്പതത്തെ കൊണ്ടുപോയ സകല ഭരണത്തിന്റെ അവസാന ഭരണത്തെ ആയിരിക്കുന്ന എതിർക്രിസ്തുവിനെയും ഉപദേശമായ കള്ളപ്രവാചനെയും നിത്യനരകത്തിലേക്ക് തള്ളിക്കളഞ്ഞ് ജീവൻ തന്ന് രക്ഷിച്ച സൃഷ്ടാവാം ദൈവമാകുന്ന യേശു ക്രിസ്തു 1000 ആണ്ട് ഇവിടെ വസിക്കും. ഇവിടെ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയം ഉള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും.
അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചിരിക്കുകയും നാം അവന്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അതായത് ഒഴുകിച്ചെല്ലുന്ന ജാതികൾ യെരൂശലേമിലേക്ക് എത്തിച്ചേരും. പിതാവാം ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഈ ഒരു ഒഴുക്കുണ്ടായിരിക്കും. യഹോവയുടെ വചനം അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ലഘുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തുകളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങിയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. പിന്നെ യുദ്ധം അഭ്യസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ലോകാവസാന സംഭവങ്ങളുടെ ബന്ധത്തിൽ പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും എതിർക്കും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ ഇതൊക്കെ സംഭവിക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. പക്ഷേ ഈ എതിർപ്പെല്ലാം തീരാൻ പോകുകയാ. എല്ലാ യുദ്ധങ്ങളും ഇല്ലാതായി തീരാൻ പോകുകയാ. രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികത വിളിച്ചു പറയുക. അതെ, നമ്മുടെ കർത്താവ് സകലവും നന്നായി ചെയ്യാൻ അവൻ സൃഷ്ടിച്ച ഭൂമിയും അവൻ സൃഷ്ടിച്ച മനുഷ്യനും സാത്താൻ എന്നും തമ്മിലടിപ്പിക്കുന്ന ഒരു ജാതിയായി മാറത്തില്ല. എന്നും വഴക്കുകൂട്ടുന്ന, എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം മാറ്റി ദൈവം വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു, അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതിയുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടിയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. 46-ാം സങ്കീർത്തനത്തിൽ രചിച്ചിരിക്കുന്ന ഈ ഭാഗം, അതെ, കർത്താവ് തന്റെ രണ്ടാമത്തെ വരവെങ്കിൽ യുദ്ധമെല്ലാം നിർത്തൽ ചെയ്യുമെന്ന്. യുദ്ധമെല്ലാം നിർത്തൽ ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധക്കോപ്പുകളൊന്നും വേണ്ട, കുതിര വേണ്ട, കുതിരച്ചവകര് വേണ്ട, യുദ്ധം അഭ്യസിക്കുകയില്ല. ഇന്ന് പട്ടാളമുണ്ട്, പട്ടാള ട്രെയിനിങ് ഉണ്ട്. ഇന്ന് എയർഫോഴ്സും ആർമിയും നേവിയും സ്പേസ് ഫോഴ്സും നീ എന്തെല്ലാം ആണോ വരാൻ പോകുന്നതൊക്കെ പടക്കപ്പലുകളും പടക്കോപ്പുകളും സന്നാഹങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ദൈവം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതെല്ലാം തീരാൻ പോകുക. രാത്രിയിലത്തവർക്ക് സന്തോഷമുണ്ട്, യുദ്ധം കണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട, പ്രയാസപ്പെട്ടു പോകണ്ട. ഇതെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് തീരാൻ പോകുക. കർത്താവ് ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും എതിർക്കും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം അസ്തമിക്കാൻ പോകുക, തീരാൻ പോകുക, ഇല്ലാതായി തീരാൻ പോകുക. അതെ, അവസാനത്തെ യുദ്ധങ്ങളായി തീരാൻ പോയി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആയുധങ്ങൾ എടുക്കുന്ന യുദ്ധങ്ങൾ തീരാൻ പോകുക. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വചനം അറിയുന്ന ദൈവമക്കൾ ഒരിക്കലും യുദ്ധശ്രുതികളോ യുദ്ധങ്ങളെ കുറിച്ചോ കേൾക്കുമ്പോൾ ഭയപ്പെടത്തില്ല. കാരണം അവർക്കറിയാം, ഒരിക്കലും യുദ്ധം അഭ്യസിക്കാത്ത, യുദ്ധങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യം യേശു സ്ഥാപിക്കും, അവൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പ്രവാചകന്മാർ രേഖപ്പെടുത്തി വെച്ചു. അത് അങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവ് തന്റെ രാജ്യം ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നീട് അവന് മീതെ ആരും ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ നിരവധി ദൈവവചനങ്ങളെ എടുത്തുദ്ധരിച്ച് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ട്. ഞാനതിന്റെ വിസ്താര ഭയത്തിൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായം വായിക്കുകയും മീഖയുടെ പുസ്തകം 4-ാം അധ്യായം വായിക്കുകയും അന്ന് ഇത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം യഥാർത്ഥമായി ശരിയായ രീതിയിൽ ഗ്രഹിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്. ഈ പറഞ്ഞ പ്രവചനമൊക്കെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ അത് സംഭവിക്കും. അത് അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ രാജാവായിരിക്കുന്ന കർത്താവ് രാജ്യത്തെ മേറ്റിരിക്കുന്നു. അന്ന് അനുസരണത്തോടെ ജീവിച്ചാൽ മതി. ദൈവമായ കർത്താവ് സകലത്തെയും തൻ്റെ നിയന്ത്രണത്തിലാണ് കർത്താവിനോട് ഭരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം, മീഖയുടെ പുസ്തകം 4-ാം അധ്യായം, സെഖര്യാവിന്റെ പ്രവചനം, ഇതൊക്കെ പ്രവചനങ്ങളാണ്. ഇനി അതേക്കുറിച്ച് ഞാൻ ഒന്നിരുടെ കാര്യങ്ങൾ പറഞ്ഞ സങ്കീർത്തനം 46-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ഇനി എന്ന് വരെയാണ് കർത്താവിന്റെ ഭരണം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് 72-ാം സങ്കീർത്തനം വായിച്ചാൽ മതി. 72-ാം സങ്കീർത്തനത്തിൽ ശലോമോൻ രാജാവ്, ജ്ഞാനികളിൽ ജ്ഞാനി, ദൈവം പ്രത്യേകം കൃപ കൊടുത്തവൻ, അവൻ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. 7 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. പ്രവാചകനായിരുന്ന ശലോമോൻ പ്രവചിക്കുകയാണ്. അവൻ പ്രവചിച്ച് പറയുകയാണ്,
അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അത് 72 സങ്കീർത്തനം മുഴുവൻ ഞങ്ങൾക്ക് സമയമുണ്ട്, വായിച്ചാൽ മതി. ഇത് ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കേണ്ടത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. ഇന്നതാണെന്ന് മനസ്സിലാക്കിയ പിന്നെ വായിച്ചാൽ പിന്നെ എളുപ്പമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാതെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് വായിച്ചു വരുമ്പോൾ ചില ഭാഗങ്ങളിൽ ചില സംശയം ഉണ്ടാകും. അത് തീർത്തിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. കാരണം ഇത് വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം ഉണ്ടാകുമ്പോൾ അതൊന്ന് തീർത്ത് വിടണം. അതല്ലെങ്കിൽ പിന്നീട് അത് സംശയം ഉണ്ടാകും. അതുകൊണ്ട് ഞാനത് വായിച്ച വേഗത്തിൽ ഉണ്ടാകാവുന്ന സംശയം എന്താണെന്ന് പറഞ്ഞിട്ട് അത് തീർത്തിട്ട് നമ്മൾ വേഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ബന്ധത്തിൽ എന്താണ്, എങ്ങനെയാണ് 1000 ആണ്ട് വാഴ്ചത് നേരെ വിപരീതമായി, എതിർ ക്രിസ്തുവിന്റെ പഠനത്തിന് നേരെ വിപരീതമായി കർത്താവ് നേരെയാക്കിയെടുക്കുമ്പോൾ കർത്താവിന്റെ പഠനത്തിനും ദൈവത്തിൻ്റെ ഉപദേശത്തിനും വിപരീതമായിട്ടാണ് എതിർ ക്രിസ്തു ഭരിക്കുന്നത് 3.5 വർഷം. അതിനുശേഷമുള്ള 1 മാസം മുതൽ 2.5 മാസം വരെയുള്ള സമയം നാളുകളെ ചുരുക്കുന്ന സമയമാണ്. പ്രസവേദന കാലമാണ്, അത് മഹാകഷ്ട കാലമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ബന്ധത്തിൽ നാളുകളെ ചുരുക്കി കർത്താവ് പ്രത്യക്ഷപ്പെടും. അതിനുശേഷമായി നടക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അത് പ്രവാചകന്മാർ നേരത്തെ എഴുതിയിരുന്നു. ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അവൻ്റെ കാലത്ത് നീതിമാന്മാർ താഴിക്കട്ടെ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ഭരിക്കട്ടപ്പോൾ കർത്താവിൻ്റെ ഭരണത്തിൻ്റെ സ്ഥലം പരിധി ഇല്ല. അത് സമുദ്രം മുതൽ നമുക്കൊരു സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി നിന്നാൽ മറുകര കാണാൻ കഴിയത്തില്ല. അപ്പോൾ അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അറ്റത്ത് നിങ്ങൾ കന്യാകുമാരി പോയി നിന്ന് മറുഭാഗം നോക്കിയാൽ സ്ഥലമുണ്ട്, പക്ഷേ നമുക്കത് കണ്ണിന് കാണാൻ കഴിയത്തില്ല. അങ്ങനെ സമുദ്രം മുതൽ സമുദ്രം വരെ, നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആധിപത്യം ഭരണം എവിടെ വരെയാണ്? ഇന്ന് അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനമുണ്ടോ? ഏത് സാമ്രാജ്യത്വം വന്നെങ്കിലും അങ്ങനെ സമുദ്രങ്ങളെയെല്ലാം കീഴടക്കാൻ പറ്റിയ ഒരു ഭരണം വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കടലിടുക്കൊക്കെ തടഞ്ഞു വെച്ചിപ്പോൾ വിലപേശുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഒരു ഹോർമൂസ് കടലിടുക്ക് പിടിച്ച് അടക്കി വെച്ച് അവർ വിചാരിക്കും ഞങ്ങളുടെ കീഴിൽ ആ സകലതും ലോകത്തെ സ്തംഭിപ്പിക്കാൻ കഴിയും. എന്നാൽ ഒരുവൻ ഇവിടെ ഭരിക്കാൻ പോകുക. അവൻ ഭരിക്കുമ്പോൾ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. നമ്മുടെ കർത്താവ് രാജാതിരാജാവായി ഭരിക്കുവാൻ വരുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു, അതെ, അവന്റെ ഭരണത്തിന് ഒരു അതിരി ഉള്ളതല്ല. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ, അവന്റെ ശബ്ദങ്ങൾ പൊടിമണ്ണ് നക്കട്ടെ. താൻ്റെ ദാസൻ പറയുക, അവന്റെ ശബ്ദങ്ങൾ പൊടിമണ്ണ് നക്കട്ടെന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന സമയത്ത് അതെല്ലാം സംഭവിക്കും. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. സഭയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. അങ്ങനെ തർശീസ്, ദ്വീപുകൾ, രാജാക്കന്മാർ എല്ലാവരും തേടി വന്നവന്റെ മുഖപ്രസാദം തേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ മുഖപ്രകാശം തേടും. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടിവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും, ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണൻ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവിടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും, ശുഭാപ്പൊന്ന് അവന് കാഴ്ച വരും. അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടപെടാതെ അവനെ അനുഗ്രഹിക്കും. ദൈവത്തെ അനുഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ബ്ലസ് ചെയ്യുന്ന, ശപിക്കുന്നതല്ല. ഇന്ന് ദൈവത്തെ ശപിക്കുന്നവരുണ്ട്. എന്തിനൊരു ജീവിതം തന്നോ ശപിക്കുന്നവരുണ്ട്. പലരും ചോദിക്കും, ദൈവമുണ്ടോ എന്ന് ചോദിക്കും, നീതിയുള്ള ഒരു ദൈവമുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അന്ന് അങ്ങനത്തെ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇന്ന് പലരും ചോദിക്കും, ദൈവമുണ്ടോ, കാണട്ടെ, നീതി എവിടെയാണ്, ന്യായം എവിടെയാണ്. ഒരുപക്ഷെ അവിടെ ഹൃദയത്തിന്റെ തകർച്ചയെന്നായിരിക്കും അവരെ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്? അതുകൊണ്ട് ജീവനെ ഉള്ള ദൈവമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തെ ഉണ്ടെങ്കിൽ അതിനെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഭൂമിയിലുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന ചോദ്യം കൊണ്ടെങ്കിൽ ഇവിടെ പറയുകയാണ്, ഇടപെടാതെ അവനെ അനുഗ്രഹിക്കും. ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, മറ്റു ദൈവങ്ങളെ ആരാധിക്കാത്ത, അന്യദൈവങ്ങളെ ആരാധിക്കാത്ത ഒരു കാലഘട്ടം വരാൻ പോകുന്നു. പക്ഷെ അതിനു മുമ്പായി സകല കാര്യങ്ങളും വിപരീതമായി തീരും. അത് കലാശക്കൊട്ടിന് മുമ്പായി എല്ലാം അഴിഞ്ഞാടും, എല്ലാം വെളിയിൽ വരും. പക്ഷേ അധികം സമയമില്ല എരിഞ്ഞടങ്ങുവാൻ വേണ്ടി. അതേ പോട്ടപ്പുല്ലിന് തീ പിടിക്കുന്നത് പോലെ ഇത് മുഴുവൻ കത്തി ഇല്ലാതായിത്തീരും. ഇന്ന്
ഉല്ലസിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന, എല്ലാം അവിടെ കയ്യിലാണെന്ന് വിചാരിച്ചുകൊണ്ട് ആർത്തുല്ലസിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, പോട്ടപ്പുല്ല് തീ പിടിച്ച പോലെ എല്ലാം എരിഞ്ഞടങ്ങുമെന്നാൽ ഒരിക്കലും എരിഞ്ഞടങ്ങാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത മഹാധിപത്യമുള്ള യേശു കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കും. അന്ന് അവനെ ഇടപെടാതെ എല്ലാവരും അനുഗ്രഹിക്കും. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. അതിന്റെ വിളവ് ലബനാനിലെ പോലെ ഒലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ സംശയമുണ്ടാകാം. ഇവിടെ പറയുന്നത് അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ. ഇങ്ങനെ സൂര്യനുള്ളിടത്തോളം എങ്കിൽ ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോൾ സൂര്യൻ ഇല്ലാതായി തീരുമ്പോൾ യേശുവിന്റെ നാമം ഇല്ലാതായി തീരുമോ? സംശയം ഉണ്ടാകാം. അങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷിച്ച് വായിച്ചവർക്ക് സംശയമൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചു കഴിയുമ്പോൾ അവന്റെ നാമം എന്നേക്കും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുക, അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സൂര്യനുള്ളവരെ ഉള്ള കാലഘട്ടത്തിലേ ഉള്ളോ? ഈ പറഞ്ഞത് ശരിയാണോ? ശരിയാ. അന്ന് ശലോമോൻ ആത്മാവിൽ പറഞ്ഞ കാര്യം വളരെ കൃത്യമുള്ള കാര്യമാണ്. യേശു എന്ന നാമം ഈ ആകാശഭൂമി കത്തി എഴിയപ്പെടുമ്പോൾ അതോടുകൂടി പിന്നീടില്ല. യേശു എന്ന നാമത്തിലല്ല കർത്താവ്. യേശു എന്ന പേരിന്റെ അർത്ഥം അവനവരെ അവരുടെ പാപങ്ങളെന്ന് മോചിപ്പാനിരിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന പേരിടാമെന്നതാണ്. യേശു എന്ന പേര് ഈ ഭൂമി, സൂര്യൻ, ആകാശം ഉള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം, മരണമുള്ളിടത്തോളം കാലം, പാപമുള്ളിടത്തോളം കാലം യേശു എന്ന നാമമുണ്ട്. എന്നാൽ പാപമില്ലാത്ത നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ ഉള്ളിടത്തോളം നില ഇപ്പോഴത്തെ സൂര്യൻ ആകാശവും എല്ലാം പോയി കഴിഞ്ഞ് കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഇപ്പോഴത്തെ സൂര്യനൊന്നും അല്ല പ്രകാശം നൽകുന്ന ദൈവതേജസ് കൊണ്ട് വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവന് പുതിയ പേരാണ് ലഭിക്കുന്നത്. അന്ന് കർത്താവ് അറിയപ്പെടുന്നത് മറ്റാർക്കും അറിയാൻ കഴിയാത്തൊരു പേരിലാണ് അറിയുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം നിന്ന് പളുങ്കുന്ന നദി പോലെ നദി ഒഴുകി എന്ന് പറഞ്ഞ് കാണുന്നത്. കുഞ്ഞാട് ലഭിക്കാൻ പോകുന്ന പുതിയ പേരുണ്ട്. നമുക്ക് പുതിയ പേര് ലഭിക്കും. ഇത് വായിച്ചവന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടാണ് കർത്താവ് യേശുവിൻ്റെ നാമം എന്നുവരെ ഉള്ളത്? യേശുവിൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നാമം ഇല്ല എന്ന് ചോദിച്ചാൽ പിന്നീട് അതിൻ്റെ പേരിൻ്റെ പ്രസക്തിയില്ല. അപ്പം നമ്മൾ 12 ഗോത്രങ്ങളെ വെച്ച് പഠിച്ചപ്പോൾ ദാൻ ഗോത്രമില്ലാത്തതിനെ കുറിച്ച് എബ്രഹാം ഗോത്രത്തെ ഉൾപ്പെടുത്താതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. ദാൻ ഗോത്രത്തിന്റെ പേരില്ലാത്തതിൻ്റെ കാര്യം ന്യായവിധി ഇല്ലാത്തതുകൊണ്ട് ആ പേര് മാറിയില്ലാതെ ഗോത്രത്തെ ഇല്ലാതാക്കി കളഞ്ഞതല്ല. എബ്രഹാം എന്ന പേര് അവിടെ എഴുതാത്തതിൻ്റെ കാരണം ഭർത്തനമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ എബ്രഹാം തെറ്റായതുകൊണ്ടോ മോശക്കാരായതുകൊണ്ടോ അല്ല. ആ പേരിൻ്റെ ഉദ്ദേശം അവിടെ കൊണ്ട് തീരുന്നതുകൊണ്ടാണ്. യേശു എന്ന പേര് എന്നാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ചോദിച്ചാൽ, പാപം നീങ്ങിക്കഴിഞ്ഞാൽ, മരണം മാറിക്കഴിഞ്ഞാൽ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ യേശു എന്ന പേരല്ല അറിയപ്പെടുന്നു. വചനം യഥാർത്ഥമായ ക്രിസ്തു ലോക സ്ഥാപനത്തിന് മുമ്പ് അവനുണ്ടായിരുന്ന അതേ മഹത്വം, അത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന മനുഷ്യനാണ്. അതോടൊപ്പം അവനോട് ചേരുന്ന മഹത്വത്തിൻ്റെ മക്കളും അവനോട് കൂടെ കാണും. എത്ര പ്രശാന്ത സുന്ദരമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ദൈവം വിഭാവനം ചെയ്തത് പ്രിയപ്പെട്ടവരെ. പിതാപുത്ര പരിശുദ്ധാത്മാവെന്നുള്ള ബന്ധത്തിൽ മാത്രമല്ല, പാദമേഘനായി നിൽക്കുന്നത് നന്നല്ല എന്ന് കണ്ടവന് തുണയായി കൊടുത്തതുപോലെ ദൈവത്തോട് ചേരുവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് പദ്ധതിയിട്ടതാണ് നമ്മളെക്കുറിച്ചുള്ളത്. അന്ന് മുതൽ സ്വർഗം അതിനു വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് അവനോടുകൂടി ചേരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നീട് യേശു എന്ന പേരിലല്ല. യേശു എന്ന പേരിൻ്റെ അർത്ഥം അറിയാവുന്നവർക്കറിയാം. പിന്നീട് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ യേശു എന്ന പേരിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം യേശു എന്ന പേര് അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? അവനവരെ അവിടെ പാപങ്ങൾ നശിപ്പായിരിക്കുന്നതുകൊണ്ട് നീ അവനെ യേശു എന്ന പേര്. അപ്പം രക്ഷകൻ, പാപമോചകൻ എന്ന അർത്ഥമാണ് യേശുവെങ്കിൽ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഇപ്പോഴത്തെ സൂര്യൻ അസ്തമിച്ച് അത് കത്തിയഴിഞ്ഞില്ലാതായി കഴിയുന്നതോടുകൂടി ഈ പേരുമില്ല എന്ന് ശലോമോൻ അന്ന് രേഖപ്പെടുത്തി വെച്ചപ്പോൾ അതിൻ്റെ പുറകിൽ എത്രമാത്രം വലിയൊരു മർമ്മമുണ്ടെന്നുള്ളത് ഒരുപക്ഷെ എഴുതിയ ശലോമോൻ അറിയത്തില്ലായിരിക്കാം. നൂറ്റാണ്ടുകളായി വായിച്ചു വന്ന പലർക്കും അത് അറിയത്തില്ലായിരിക്കാം. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ മർമ്മങ്ങളാണ്. അതിന് നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയം വായിച്ച്
72 അധ്യായം 17 വാക്യം വായിച്ച് സംശയമുണ്ടായി പോകരുത്. മനുഷ്യൻ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും, സകലയാദികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. എത്ര ഇന്ന് പഴിക്കുകയും ദുഷിക്കുകയും ചെയ്തു. അവനെ മരിക്കുന്ന സമയത്ത് എല്ലാവരും അവനെ പഴിച്ചു, ദുഷിച്ചു, അവനെ മുൾക്കിരീടം കൊടുത്തു, തുപ്പി, അവനെ ഹീനമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു മരണം കൊടുത്തു. എന്നാൽ രാജാതിരാജാവായ വന്നവൻ പൊൻകിരീടം ചൂടി ഈ ലോകത്തിൽ വന്ന് ഭരിക്കും. അന്നെല്ലാവരും പറയും, അവൻ ഭാഗ്യവാൻ, അന്യോന്യം മനുഷ്യ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. എന്നാൽ ഈ ജീവിതത്തിൽ നമുക്ക് അന്യോന്യം യേശുവിൻ്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുവാൻ നമ്മുടെ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യാം. 1000 ആണ്ട് വാഴ്ചയിൽ അന്ന് യേശു ഭരിക്കുമ്പോൾ അല്ല നാം അവൻ്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ ഈ ജീവിതകാലത്തിൽ സാത്താൻ കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ അവൻ്റെ വാഴ്ചയുടെ ഇടയിൽ, സകല ഞെരുക്കങ്ങളുടെ ഇടയിലും നാം യേശുവിൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. നാം അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീനെന്നാണ് അപ്പോസ്തലൻ പ്രവർത്തി. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ വായിന്ന് എപ്പോഴും അനുഗ്രഹത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ശ്രേഷ്ഠതയുള്ളവരാ, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലെസ് യു എന്ന് പറയും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഉന്നത നിലവാരമുള്ളവർക്ക് അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഉയർന്നവനാണ് താണവനെ അനുഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കാൻ ആരും മടി കാണിക്കണ്ട കേട്ടോ. ഒരാളെ അനുഗ്രഹിക്കാൻ നീ മടിക്കണ്ട. നീ അനുഗ്രഹിക്കുന്നത് നീ ഉയർന്നവനാണ് താണവനെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ആ പ്രാർത്ഥനാ സമയത്ത് അവർ ഉന്നതരാണ്. അവർ അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഇന്നയാളെ അനുഗ്രഹിക്കണമേ, ഇന്നയാളെ അനുഗ്രഹിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ നിഷ്കളങ്കമായ മനസ്ഥിതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരാരാകുന്നു? അവർ വലിയൊരു സ്ഥാനത്താണ്, ദൈവവചനത്തിൽ ഉന്നതമായ സ്ഥാനമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉയർന്നവനാണ് താണവനെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അന്യോന്യം അവനെ അനുഗ്രഹിക്കും. മനുഷ്യൻ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. അവരാരും ഉന്നതരല്ല. യേശുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമം മാത്രമാണ് ഉന്നതമായത്. അവൻ മാത്രമാണ് ഏകനാമമായിട്ടുള്ളത്. ഇന്ന് പലരും പല ദൈവങ്ങളുടെ പേരുകൾ ചൊല്ലി അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരേ ഒരു നാമം, ഏകനാമം, യേശുവിൻ്റെ നാമം. അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ ആ നാമം ചൊല്ലിയായിരിക്കും സകല ജാതികളും സകല മനുഷ്യരും ദൈവത്തെ സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ ആരാധിക്കുന്നത്. എന്ന് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിചാരിക്കുമ്പോൾ അത് ക്രിസ്ത്യാനിറ്റി അവിടെ നിന്ന് കുറഞ്ഞു പോകുന്നല്ലോ. യൂറോപ്പിൻ്റെ പഠനം പഠിക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാനിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് വളരെയധികം നിർമ്മതസ്ഥിതിക്ക് നോൺ റിലീജിയസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. മറ്റു പലരും അവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ സംഭവിക്കട്ടെ പ്രിയപ്പെട്ട, ഇതൊക്കെ സംഭവിക്കും. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുകയില്ല. എന്നാൽ മനുഷ്യപുത്രൻ വന്നതിന് ശേഷം ഇവിടെ വിശ്വാസമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുകയില്ല. എന്നാൽ മനുഷ്യപുത്രൻ വന്നതിന് ശേഷമായി ഇവിടെ മറ്റൊരു വിശ്വാസം കാണത്തില്ല. യേശുവെന്ന ഏകനാമം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് രാത്രി വചനം പഠിക്കുന്നവർക്ക് ഉറപ്പുണ്ടായിരിക്കണം, സന്തോഷമുണ്ടായിരിക്കണം. ഇതെല്ലാം കൊട്ടിക്കലാശം അവസാനിക്കാൻ പോകുക. അതിനുശേഷമായി ഒരേ ഒരു നാമം മാത്രം കേൾക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനം വരാൻ പോകുന്നു. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവനോടുകൂടെ ഞാൻ നിങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ അവൻ ഒരൊറ്റ നാമം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവൻ്റെ നാമം ചൊല്ലിയേ അനുഗ്രഹിക്കുള്ളൂ. ഇന്ന് എത്ര ദൈവങ്ങളുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുന്നു, ഒരു ദിവസം വരാൻ പോകുന്നു, ഒരു കാലം വരാൻ പോകുന്നു, ഒരു ഭരണം വരാൻ പോകുന്നു, ഒരു രാജ്യം സ്ഥാപിതമാക്കാൻ പോകുന്നു. ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരേ ഒരു നാമം ചൊല്ലി സകലരും ദൈവത്തെ അനുഗ്രഹിക്കും. ഇന്ന് അതിനുള്ള ഭാഗ്യം ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും ഏകനാമമായിരിക്കുന്ന ക്രിസ്തു എന്ന നാമത്തെ അറിയത്തില്ലെങ്കിൽ, ആരെ ആരാധിക്കണം എന്നറിയത്തില്ല, ആരുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കണം എന്ന് അറിയത്തില്ലെങ്കിൽ 72 സങ്കീർത്തനം വായിച്ചിട്ട് അത് പഠിച്ച് യേശുവിന്റെ നാമം ചൊല്ലി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്ക്. അത് മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെയും ഇല്ലാതായി തീരുമെന്ന് ദൈവവചനം പറയുന്നതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും, സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി
യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. എന്നിട്ട് യിശയ്യാ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നത് പറഞ്ഞു. എഴുതിയത് ശലോമോന. അപ്പൊ ഈ ദാവീദ് മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് അവസാനിച്ചത് കേട്ടതാ മകൻ. ഏതായാലും ഞാനത് വിശ്വസിച്ച് എങ്ങനെയാണ് യിശയ്യാ പ്രാർത്ഥന അവസാനിച്ചെന്ന് പറയുമ്പോൾ എഴുതിയത് ശലോമോന. ഈ അപ്പൻ മരിക്കുന്നത് മകൻ കണ്ടു, പ്രാർത്ഥിച്ചിട്ടാ മരിച്ചത്. സ്തോത്രം, പ്രൈസ് ലോർഡ്. മനസ്സിലായോ? ഈ ദൈവഭക്തനായ ദാവീദ് മരിക്കുന്നത് മകൻ നോക്കിക്കണ്ടു, രാജാവായിട്ട് അവനെ വാഴിച്ചു. ദൈവം അഭിഷേകനായിരിക്കും ദാവീദ് മരിക്കുന്ന സമയത്ത് അവന്റെ വായിൽ നിന്ന് വാക്കുകളെ ദാവീദ് എഴുതാൻ പറ്റത്തില്ല, അവൻ മരിക്കല്ലേ. അവന്റെ മകൻ കേട്ടു. ആ കേട്ടത് കൂടി അവൻ എഴുതി വെച്ചു. അത് 74 സങ്കീർത്തനം. അവൻ പ്രവചിച്ചത് മശിയെക്കുറിച്ചാണ്. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ദാവീദ് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അവസാനത്തെ പ്രാർത്ഥനയാണ് 72 സങ്കീർത്തനം. ആ പ്രാർത്ഥനയുടെ മൊഴികൾ മുഴുവൻ കേട്ടിട്ട് അത് രേഖപ്പെടുത്തി വെച്ചത് ശലോമോൻ എന്ന ബുദ്ധിമാനായിരിക്കുന്ന പരിജ്ഞാനമുള്ളവനായിരുന്ന ശലോമോന. പ്രിയപ്പെട്ടവരെ, അന്ത്യസമയത്ത് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് അവൻ മരിച്ചു. വിശുദ്ധന്മാർ മരിക്കുന്നത് പോലെ മരിച്ചു. തൻ്റെ ജനത്തോടുകൂടി ചേർന്നു. നമ്മുടെ അന്ത്യവും ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളത് ചിന്തിച്ചുകൊള്ളുക. മക്കൾ കേൾക്കണം, തലമുറകൾ കേൾക്കണം. നാം കർത്താവ് വരുന്നതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ അതെ, നാം മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നാം പാടുന്ന പാട്ട്, നാം അവസാനം ഒരുവിടുന്നത് അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ടല്ല ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടത്. ദൈവത്തിൽ പ്രത്യാശ വെച്ച് വേണം മാറിപ്പോകുവാനായിട്ട്. അതുകൊണ്ട് ഈ തലമുറയിൽ നമുക്ക് ദിവസങ്ങൾ അന്യോന്യം അനുഗ്രഹിച്ച് ജീവിക്കാം. ഇന്ന് രാത്രിയിൽ ഒരു മാനസാന്തരത്തിലേക്ക് മടങ്ങിവരവിലേക്ക് ദൈവാത്മാവ് നമ്മെ വിളിക്കുന്നില്ലേ? നമ്മുടെ അവസാനം ഏത് വിധത്തിലായിരിക്കണം? ദാവീദ് എങ്ങനെയാ പ്രാർത്ഥിച്ച അവസാനം? ഒരുപാട് തെറ്റുകളൊക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അവസാനത്തിലേക്ക് വന്നപ്പോൾ അവൻ അനുഗ്രഹിച്ച്, അവൻ പ്രാർത്ഥിച്ച് മരിച്ചത് സ്വർഗീയ മർമ്മങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് വരുവാൻ ഒരുങ്ങുന്നത് കൊണ്ട്, അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കും തലമുറകൾക്കും മാതൃകളായി ജീവിപ്പാൻ കർത്താവ്. ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമെങ്കിലും ദിവസങ്ങൾ അടുക്കും തോറും അധികമായി കർത്താവിനെ സേവിച്ച് മഹത്വപ്പെടുത്തി അവസാനമായി ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അതെ, ഈ ലോകത്തുനിന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവ് കാഹളം ധനിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ എടുക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഇത്തരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ സങ്കീർത്തന ഭാഗങ്ങളുള്ള ബന്ധത്തിലും പ്രവചന പുസ്തകങ്ങളുള്ള ബന്ധത്തിലും നിരവധി ഭാഗങ്ങൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് എടുത്ത് പറഞ്ഞിരുന്നു. ഇങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങൾ വേണ്ടതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് നമ്മുടെ ഇത് മാത്രമല്ല പഠിക്കേണ്ടത്. അതുകൊണ്ട് അന്നുണ്ടായിരിക്കുന്ന അന്നുണ്ടായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് വെളിപ്പാടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി ഈ പറയുന്ന അനുഗ്രഹ സമ്പൂർണ്ണമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത് എന്നതിൻ്റെ തെളിവ് നിരത്തി നമുക്ക് ഈ 1000 ആണ്ട് വാഴ്ച എന്ന ഭാഗം പഠനം പൂർത്തീകരിക്കാം. അതിനായിട്ട് സഹസ്രാബ്ദ വാഴ്ചയിലെ ഭരണത്തെക്കുറിച്ച് നമുക്ക് ഏശയ്യാ 32 അധ്യായം 1 വാക്യത്തിൽ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. സങ്കീർത്തനം 14 അധ്യായം 9 വാക്യം, യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും, അവന്റെ നാമം ഏകവുമായി. 72 സങ്കീർത്തനം വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് സങ്കീർത്തനം പറഞ്ഞത്. ഈ പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്ത് പറഞ്ഞു, അതേ പ്രവചനം തന്നെ മറുഭാഗത്ത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 14 അധ്യായം 9 വാക്യത്തിൽ പറയുന്നത്, യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, നാളിൽ യഹോവ ഏകനും, അവന്റെ നാമം ഏകവുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് 72 സങ്കീർത്തനം വായിച്ച ഒറ്റ നാമമേ ഉള്ളൂ. ഇനി അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. ആരാണ് രാജാവ്? ദാവീദ് പറഞ്ഞു, കർത്താവ് രാജാവും ആയ കർത്താവ്. അതേ, പ്രവചനങ്ങൾ മുഴുവനും യേശു കർത്താവ് രാജാവാണെന്ന് വെളിപ്പെടുത്തുന്ന നിരവധി പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർവത്തെയും ചമച്ചവനാണ് കർത്താവ്. അപ്പോൾ അവൻ രാജാവായി വരുമെന്നും നീതിയോടെ വാഴും, ഇന്ന് നീതിയോടെ വാഴുമെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കയറുന്നതെങ്കിലും ആർക്കും ഇവിടെ നീതിയുള്ള ഭരണം നടത്താൻ കഴിയത്തില്ല. ഒരു മനുഷ്യന് പോലും ഈ ലോകത്തിൽ നീതിയുള്ള ഭരണം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല, കഴിയത്തുമില്ല. എല്ലാവരും പറയും ഞങ്ങൾ നീതിയുള്ളവരായിരിക്കുമെന്ന്. പക്ഷേ അനീതിയുടെ കറപുരളാത്ത ഒരൊറ്റ ഭരണ സംവിധാനം പോലും ലോകത്തിൽ വന്നിട്ടില്ല. ഒരുപക്ഷെ എള്ളോളമില്ല പൊളിവചനമെന്നൊക്കെ സാങ്കല്പികമായിട്ടുള്ളതിൽ പറഞ്ഞാൽ പോലും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു കടുകുമണി, ഒരു എള്ളിന്റെ വലിപ്പത്തോളം പോലും നുണ പറയാത്ത ഏതെങ്കിലും രാഷ്ട്രം ലോകത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ല. സാങ്കല്പികതയിൽ പോലും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു മനുഷ്യർക്കും
നീതി ന്യായം നടത്താൻ കഴിയത്തില്ല. കാരണം മനുഷ്യൻ പാപിയാണ്, പാപത്തുള്ളതാ. ഇവിടെയുള്ള ഒരൊറ്റ മനുഷ്യർക്ക് പോലും, ഒരു ഭരണകർത്താവിന് പോലും, ഒരു പാർട്ടിക്ക് പോലും, രാഷ്ട്രീയ പാർട്ടിക്ക് പോലും, ഇവിടെയുള്ള അത് ഏത് രാജ്യത്തുമാകട്ടെ, ക്രിസ്ത്യ രാജ്യമാകട്ടെ, ഏത് രാജ്യമാകട്ടെ, നീതി മാത്രം നടത്തുന്ന ഇത് ഭരണ സംവിധാനമുണ്ടോ? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇല്ല എന്നാകുന്നു. എന്നാൽ ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. നീതിയോടെ രാജാവ് വാഴുമ്പോൾ അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഒരു ഭരണം വരാൻ പോകുന്നു. അതെ, ആ ഭരണത്തിലേക്ക് എല്ലാവരെയും കർത്താവ് സ്വാഗതം ചെയ്യുക, പരിശുദ്ധാത്മാവ് സ്വാഗതം ചെയ്യുക. അതിൽ നമുക്ക് മരണാനന്തരം നാം അതിലേക്ക് പ്രവേശിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം സ്വർഗീയ തേജസ്സുള്ളവരാ, അവനോടുകൂടെ ഭരിക്കുന്ന ആ പദവി ക്രിസ്തുവിനോട് കൂടിയുള്ളവരാ. എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് നമുക്കുള്ളത്. അന്ന് ഭൂമി ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും മറന്നു കളയാതെ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വേണ്ടി, അവൻ്റെ രാജ്യഭരണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ അന്ത്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ടെൻഷൻ മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. സംഘർഷങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഭയാനകതകളും അനർത്ഥങ്ങളും മാത്രം കണ്ടുകൊണ്ടിരിക്കരുത്. ബൈബിൾ പഠിക്കുന്ന ഒരു പഠിതാവ്, ഒരു ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി, ആരെല്ലാം വചനം പഠിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അവർ കാണുന്നത് അനർത്ഥങ്ങളല്ല കാണുന്നത്, അതെല്ലാം മാറി ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയെ കർത്താവ് ഉണ്ടാക്കുമെന്നും ഭരണമുണ്ടാകുമെന്നും കാണുകയാണ്. അതുകൊണ്ടാണ് നാം സന്തോഷിക്കേണ്ടത്, അതുകൊണ്ടാണ് നാം പ്രത്യാശ വയ്ക്കേണ്ടത്. ഇപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിലെ ഭരണം കർത്താവിടെ 1000 ആണ്ട് വസിക്കുമ്പോൾ അവൻ നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും, സർവ്വഭൂമിക്കും രാജാവായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതേക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 തിമോഥെയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദാസരൂപമെടുത്ത് ഈ ലോകത്തിൽ വന്ന യേശു കർത്താവ് അവൻ മഹാ തേജസ്സുള്ള മഹാരാജാവായിട്ട് മടങ്ങി വരും. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കാണാത്തതിനും കാണുവാൻ കഴിയാത്തതുമായ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. അപ്പോൾ യേശു കർത്താവ് അവൻ്റെ പ്രത്യക്ഷത മരണമില്ലാത്ത യേശു കർത്താവ് മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചവനായി. അതേ, പാപ മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ നീതിയുള്ള രാജാവ് ഇവിടെ വാഴും. അവനോടുകൂടെ അവനോടുകൂടെ ചേരുവാനുള്ള പ്രിയപ്പെട്ടവരും അവനോടുകൂടെ വാഴുമെന്ന്. അവൻ വാഴുമ്പോൾ കഷ്ടം സഹിച്ചാൽ നാമും അവനോടുകൂടെ വാഴും. അപ്പോൾ അന്നത്തെ ഭരണത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലായല്ലോ. യുദ്ധങ്ങളില്ലാത്ത, മറ്റാരും എതിർക്കാനില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം. ഇന്നത്തെ പോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും കൊടികളും ചിഹ്നങ്ങളോ വെല്ലുവിളികളോ ഇലക്ഷനുകളോ ഒന്നുമില്ല. 5 വർഷം എന്നുള്ള ഭരണമില്ല. അത് ഏകാധിപത്യമില്ല. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താധികർത്താവുമായ യേശു ക്രിസ്തു, അവൻ ഏകാധിപതിയല്ല, ധന്യനായ ഏകാധിപതിയാണ്. എന്നാൽ ഇവിടെയുള്ള ഏകാധിപത്യങ്ങളും ഒക്കെ ഉണ്ട്. ബോഷ്കിന്റെ ഭരണമല്ല, വെറും ബോഷ്കിന്റെ വ്യാജത്തിന്റെ പ്രലോഭനങ്ങളുടെ കുറെ പട്ടിക നിരത്തുകയല്ല, അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറയുകയല്ല. എൻ്റെ കർത്താവ് അവൻ ചെയ്യുന്നവനാണ്. അന്ന് നീതി ഉണ്ടായിരിക്കും, ന്യായമുണ്ടായിരിക്കും, സമൃദ്ധി ഉണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും. ഇന്ന് എന്തെല്ലാം ഇല്ലാതെ ഉണ്ടോ അതെല്ലാം യേശു കർത്താവിൻ്റെ ഭരണത്തിലുണ്ടായിരിക്കും. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ എന്തെല്ലാം നഷ്ടമായി തീരുമോ അതെല്ലാം കർത്താവ് 10 മടങ്ങ് അല്ലെ എത്രയോ മടങ്ങ് വലുതായി കർത്താവിനോട് സ്ഥാപിച്ചെടുക്കും. രണ്ടാമത് നമ്മൾ കാണുന്ന അന്നത്തെ ഭൂമിയും കാലാവസ്ഥയും കുറിച്ചാണ്. അതേക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലം എന്ന് പറയുമ്പോൾ ഹർമോൻ യുദ്ധത്തിൽ ഇവിടെ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ശേഷമാണ് കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുന്നത്. ഭൂമിയെ നശിപ്പിക്കുന്നവർ അല്ലെ, ഭൂമിയെ നശിപ്പിക്കുന്നവരെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഭൂമി നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുക. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സമുദ്രത്തെയും അതുപോലെ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സമുദ്രത്തെയും പ്രകൃതിയൊക്കെ ഇല്ലാതാക്കി നശിപ്പിച്ച കളയുന്ന ആരാ? മനുഷ്യരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. അവന്റെ ഭരണത്തോടു കൂടിയാണ് ഇതെല്ലാം. കർത്താവ് അവൻ മുഖാന്തരമായിട്ട് ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കും. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ദൈവകോപം ഭൂമി ചെരിയപ്പെടുന്നതിനെ കുറിച്ച് നമുക്കറിയാം.
അപ്പം മാനസാന്തരപ്പെടാതെ കഠിനമനുഷ്യരോടുള്ള ബന്ധത്തിലാ ഭൂമിയെ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. കാരണം ഭൂമിയെ നശിപ്പിക്കുന്നവരാണ് ഇവര്. അവര് ഭൂമിയെ സംരക്ഷിക്കാനുള്ളവരല്ല, ഭൂമിയിൽ വാഴാനുള്ളവരല്ല, ഭൂമിയെ നശിപ്പിക്കാനുള്ളവരാണ്, നാശകരാണ്, ശൂന്യത വരുത്തുന്നവരാണ്. എത്ര അവർ ശൂന്യത വരുത്തുമ്പോൾ ദൈവം ശൂന്യത വരുത്തും. അതെ, ഈ പറയുന്ന സകല ദുഷ്ടന്മാരെ, ഭൂമിയെ നശിപ്പിക്കുന്നവരെ, മനുഷ്യനെ നശിപ്പിക്കുന്നവരെ, നാശത്തിന്റെ ശക്തികളെ കർത്താവ് മാറ്റിക്കളഞ്ഞ് തൻ്റെ ഭരണം ഇവിടെ സ്ഥാപിക്കുമ്പോൾ അന്നത്തെ ആകാശവും സമുദ്രവും സകല സൃഷ്ടികളും അവരുടെ ജീവിത പരിസ്ഥിതിക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ഇന്നും ഇനിയും ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ചൂട് കൂടുന്നു. എൽ നിനോ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ചൂട് വർദ്ധിക്കുന്നു. അതനുസരിച്ച് കാറ്റുകൾക്ക്, മഴ മേഘങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകുന്നു. കൃത്രിമ മഴ പെയ്യിക്കുന്നു എന്ന് വേണ്ട. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തിനെ താളം തെറ്റിക്കുന്നു. നടത്തിക്കോട്ടെ, അവർക്കൊന്നും ദീർഘമായ കാഴ്ചപ്പാടില്ല എന്നുള്ള രീതിയിലാണ് ലോകം മുമ്പോട്ട് പോകുന്നത്. അവരോട് ജീവിക്കുമ്പോൾ ജീവിക്കണം, അതിനുശേഷം എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്നുള്ള സ്വാർത്ഥ ചിന്താഗതിയാണ് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പലരും അങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റെ കാലത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. പണ്ട് പ്രവാചകൻ പറഞ്ഞപ്പോൾ യെസ്കിയാവാണ് പറഞ്ഞെന്ന് തോന്നുന്നു, എൻ്റെ കാലത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, തലമുറ കാലത്ത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞൊരർത്ഥം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മുഖാന്തരമായി പ്രകൃതിക്ക് ദോഷം വരാനൊന്നും ചെയ്യരുത്. നാളെ ഒരു തലമുറ വരട്ടെ, അവർക്കും ജീവിക്കാനുള്ള മണ്ണാണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ മാത്രം ഇന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ജീവിതത്തിൻ്റെ ദൊരയാണ് ഈ പറയുന്ന നാശത്തിലേക്കൊക്കെ പോകുന്നത്. പിന്നെ നമുക്കൊരു പരിധിയുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ, പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഭൂമിയെ നശിപ്പിക്കാനുള്ള കാലം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. കുഞ്ഞാട് 6ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത്, സ്വർഗത്തിൽ പൊട്ടിക്കുമ്പോൾ ആകാശം പുസ്തകച്ചുരുൾ പോലെ മാറിപ്പോകുകയായിരുന്നെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവ തേജസ്സിന്റെ വിധാനമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആകാശം പുസ്തകച്ചുരുൾ പോലെ മാറിപ്പോയി, നക്ഷത്രങ്ങൾ വീണു തുടങ്ങി, ആകാശത്തിൽ അഴിഞ്ഞുപോയി എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം മാറ്റം വരികയാണ്. യെശയ്യാ 4:5-6 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിന് സഭായോഗങ്ങളിലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടമായൊരു കൂടാരമുണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവ സംരക്ഷണത്തിൻ്റെ സമയമുണ്ടായി. ഇവിടെ കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പെന്ന് പറഞ്ഞാൽ അന്ന് കാറ്റും മഴയൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും തട്ടാതിരിപ്പാനുള്ള വിധാനം ദൈവം സജ്ജമാക്കിയിരിക്കും. സിയോൻ പർവ്വതത്തിൽ യെരൂശലേമിൽ സകല വാസസ്ഥലത്തിലെ യെരൂശലേമിലുള്ള സകല വാസസ്ഥലത്തിനും മീതെ മേഘവും പുകയും രാത്രി അഗ്നിയായ പ്രകാശവും സൃഷ്ടിക്കും. അന്ന് അവിടെ പ്രത്യേകമായിരിക്കും ദൈവതേജസ്സിന്റെ തേജസ് അവിടെ ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്ന ഇസ്രായേൽ യാത്ര ചെയ്തപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായിരുന്നെങ്കിൽ അന്ന് അവർ സഞ്ചരിച്ചപ്പോൾ ഈ അവരുടെ ടെൻ്റടിച്ച് മാറുന്നത്, അവർ ഒരു അവര് പാളയം നീങ്ങുന്നത് മേഘം നോക്കിയായിരുന്നു. മേഘം പൊങ്ങിയാൽ ഓരോ യാത്ര പുറപ്പെടുമായിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി. അത് നിഴലായിരുന്നെങ്കിൽ യെരൂശലേമിൽ യഥാർത്ഥമായിട്ട് നമ്മുടെ കർത്താവ് 1000 ആണ്ട് വാഴുമ്പോൾ നാമനോട് കൂടി ഉണ്ടാകുമ്പോൾ, പണ്ട് സഹജനത്തെ കൊണ്ടുവന്നപ്പോൾ അവരെ അനുധാവനം ചെയ്തിരുന്ന പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും മാറിപ്പോകത്തില്ല. അത് അന്നിവിടെ അവിടെ വെളിപ്പെടും. അത് പകൽ മേഘസ്തംഭമുണ്ടായിരിക്കും, രാത്രി അഗ്നിജാല ഉണ്ടായിരിക്കും, അഗ്നിപ്രകാശമുണ്ടായിരിക്കും. അപ്പം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷ കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന് വേണ്ടി വിശുദ്ധന്മാർ താമസിക്കുമ്പോൾ അതിന് ചുറ്റുമായുള്ള പ്രത്യേകമായിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പകലിലൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജാലയുടെ വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതം മറവിടമായ ഒരു കൂടാരം ഉണ്ടായിരിക്കും. അപ്പോൾ കൂടാരം പോലെ ദൈവം സകലത്തെയും മറച്ചുകൊള്ളും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കും. അന്ന് ഇസ്രായേലിനെ കൊണ്ടുവരാമെങ്കിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായിട്ട് അവരെ വഴി നടത്താമെങ്കിൽ കർത്താവ് ഇവിടെ 1000 ആണ്ട് ഇവിടെ ഭരിക്കുമ്പോൾ ഇത് സംഭവിക്കത്തില്ലേ? നിശ്ചയമായിട്ട് സംഭവം. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്
മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇത് സംഭവിക്കാം. അല്ലാതെ അത് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പം ഇവിടുന്ന് ഇത് മൂവ് ചെയ്യുന്നില്ല. അന്നത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രയാണത്തിലാണ് അവരെ കൊണ്ടുവന്നിരുന്നത്. കാരണം അവർക്ക് അതിന് ഒന്നുമില്ല. പക്ഷെ ഇവിടെ കർത്താവ് ഇവിടെ ഇസ്രായേലിന്റെ മധ്യേ വസിക്കുമ്പോൾ, സിയോനിൽ വസിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആ പകൽ മേഘസ്തംഭവും രാത്യാഗ്നിയുള്ള ഒരു വിധാനം പോലെ ഈ പറയുന്ന കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറുപടമായ കൂടാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ സിയോൻ പർവ്വതമായ യെരൂശലേമിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. വിധാനം സകല തേജസ്സിനും മീതെ സകലർക്കുമുള്ളതായിരിക്കും. ആകാശസൃഷ്ടികളായ ജ്യോതിർഗോളങ്ങൾ കർത്താവിന്റെ വരവെങ്കിൽ മറഞ്ഞു പോകും. സംഖ്യ 14 6 അവ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് വലിയ പ്രകാശത്തോടെ ആയിരിക്കും. നമ്മൾ വെളിപ്പാട് ദിവസം വായിച്ചപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായില്ലേ? വായിച്ച മനസ്സിലായ സൂര്യനൊക്കെ ഇരുണ്ടു പോകുന്നു, ആകെപ്പാടെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ? ഇത് വായിച്ചപ്പോൾ മനുഷ്യന്റെ മേൽ ഭൂമിമേൽ വരുന്ന കോപം ക്രോധത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് വായിച്ചപ്പോൾ മനസ്സിലായപ്പോൾ വളരെ പ്രയാസം തോന്നി കാണും. എന്തൊരു കഷ്ടത വരാൻ പോകുന്നത് ചിന്തിച്ചില്ലേ എന്ന്. എന്നാൽ കർത്താവ് അതിനെല്ലാം മാറ്റാൻ പോവുകയാണ്. അതാ പറഞ്ഞ കർത്താവ് സന്ദർശിക്കും, സകലത്തിനും മാറ്റമുണ്ടാകും. അതേക്കുറിച്ച് യെശയ്യാവിന്റെ 30-26 വാക്യത്തിൽ പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിന്റെ മുറിവ് കിട്ടുകയും അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. ഇതെങ്ങനെയാ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ റെഗുലേറ്റർ ഇപ്പം റിമോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ റെഗുലേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുന്ന നമുക്കറിയാമല്ലോ. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ പോലെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ തീയുടെ ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുക നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല ജ്യോതിർഗോളങ്ങളെയും ദൈവത്തെ നിയന്ത്രിക്കാൻ കർത്താവിന് കഴിയും. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായി എതിർക്രിസ്തുവിന്റെ ഭരണത്തോടെ ബന്ധത്തെ അതിനെ ദൈവം ഡിം ചെയ്യും, അതിനെ ഇരുട്ടാക്കി കളയും. പക്ഷേ 1000 ആണ്ട് വാഴ്ചയിൽ യഹോവ തന്റെ ജനത്തിന് മുറിവ് കെട്ടുകയും, നമുക്കറിയാം മനുഷ്യനെ ചുടുവാൻ തക്ക ചൂട് ഉണ്ടാകുമെന്ന് നമ്മൾ വെളിപ്പാട് ദിവസം പഠിച്ചപ്പോൾ മനസ്സിലായ. ചുട്ടുപൊള്ളും, പക്ഷെ എങ്കിൽ പോലും മനുഷ്യൻ ദുഷിക്കുന്നതല്ലാതെ സ്തുതിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളെ കണ്ടുപിടിക്കും, ചൂട് കൂടിയാൽ നമ്മൾ AC കണ്ടുപിടിക്കും, അങ്ങനെ പലതും കണ്ടുപിടിച്ച് നമ്മൾ ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അന്നും രക്ഷപ്പെട്ട് നിൽക്കും. മനുഷ്യനെ ചുടുവാൻ തക്കതായി ചൂടുണ്ടായെന്ന് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുടുവാൻ തക്ക ആ സമയത്തും മനുഷ്യൻ ദൈവത്തെ മാനസാന്തരപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ വാതയുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചില്ലാതെ അവനെ മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെടില്ല. 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം. ഇന്ന് ഏതെങ്കിലും പേപ്പർ വായിച്ചിട്ട് ചുട്ടുപൊള്ളുന്ന ചൂടാണ് ഇത് വെളിപ്പാട് ദിവസം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമാണ് എന്നൊന്നും പറഞ്ഞാലും പഠിപ്പിക്കരുത്. വടി എടുക്കാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. ഈ വെളിപ്പാട് ഒരു കാര്യം ഇപ്പം നടക്കത്തുമില്ല. ആര് പഠിപ്പിച്ചാലും എന്തെങ്കിലും ചെറിയ കാര്യം കണ്ടാൽ മതി, അന്നേരം തന്നെ പറയുക വെളിപ്പാട് ദിവസത്തിലെ കാര്യമാണ്, ഭാവി കാലം സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്തുന്നതിൽ ഓർപ്പിക്കുന്നു, വെളിപ്പാട് ദിവസം പഠിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഭാവി കാല സംഭവങ്ങളാണ്, ഇപ്പോഴും നടക്കാനുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ഇളകുകയോ വെള്ളി പിടിക്കുകയോ ആരെങ്കിലും പഠിപ്പിക്കുകയോ അതിൻ്റെ പിന്നാലെ പോകരുത്. ഒരുപാട് പഠിപ്പിക്കുന്നവരുണ്ട്, പക്ഷെ അത് സത്യത്തിൻ്റെ പഠനമല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ 40-50 ഡിഗ്രിയൊക്കെ ഉണ്ടാകട്ടെ, ഉണ്ടല്ലോ, മരുഭൂമി ഉണ്ടല്ലോ, ചൂടുള്ള സ്ഥലങ്ങളില്ലേ, രാജസ്ഥാൻ, അറേബ്യൻ മരുഭൂമികളൊക്കെ 40-50 ഡിഗ്രി ചൂടുള്ളതാണ്. 40-50 ഡിഗ്രി ചൂടുള്ളത് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ AC ഒന്നും ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട്, ഇല്ലേ? ജീവിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തവർക്കറിയാം, അന്ന് AC ഇല്ലായിരുന്നു. ഫാൻ ചിലപ്പോൾ ഇല്ലാതിരിക്കും,
അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടെന്നേ. ഉണ്ട്. തണുപ്പ് മൈനസിലേക്ക് പോയിട്ടുണ്ട്, മഴ, കാറ്റ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും വെളിപ്പാടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കൊണ്ട് ചൂട് കൂടിയെന്ന് പറഞ്ഞാൽ ആരും കാറരുത്. ഈ പറഞ്ഞ വചനമല്ല. അത് പറഞ്ഞിരിക്കുന്നത് സംഭവിക്കേണ്ടത് നാലാമത്തെ കലശം ഒഴിക്കുന്ന സമയത്താണ്. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇങ്ങനെ ചൂട് വർദ്ധിക്കുന്ന, ദൈവം പറഞ്ഞ് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജ്വലനം വർദ്ധിക്കും, ചൂട് കൂടും, പ്രകാശം കാണത്തില്ല, ചൂട് കൂടും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവിടെ അണിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ രണ്ടാമത് വരുന്ന ദിവസത്തിലാണ് ഇസ്രായേലാകുന്ന തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുന്നത്. അവൻ മുറിവേൽക്കപ്പെടും എന്ന് പറയുന്നത്. അവരെ മുറിക്കും, മുറിവേൽക്കപ്പെടും എന്ന് പറയുന്നത്. മുറിവേൽപ്പിക്കും. സകലപ്രവചനം പറഞ്ഞിട്ടുണ്ട്. മുറിവേൽപ്പിക്കുന്ന കാലത്തേക്ക് ഇസ്രായേൽ സകലരാലും അവൻ വളരെയധികം കഷ്ടം സഹിക്കേണ്ടി വരും. അവനെ ചുമക്കുന്നവരും അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചുമക്കുന്നവർക്കും ഒക്കെ ഒരു സമയമുള്ളപ്പോൾ നമ്മുടെ കർത്താവ് മുറിവ് കെട്ടുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുമെന്നാണ് പ്രവാചകൻ യെശയ്യായുടെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുറിവ് കെട്ടുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ്. ഞാൻ സകലയായ 14-ാം അധ്യായം മൊഴിയെടുത്ത് വായിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നിരവധി വചനങ്ങളുടെ ഒരു ആകത്തുക അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ വായിച്ചു. പ്രധാന രണ്ടാമത്തെ ബന്ധത്തിൽ വായിച്ച് സഹസാധ ബന്ധമുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഒന്ന് സംഭവിക്കുന്ന വിഷയങ്ങൾ അവസാനമായി 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ ഭരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സകലയാവിൻ്റെ പ്രവചനം. മുറിവ് കെട്ടുന്ന ദിവസമുണ്ട്. എല്ലാവരും അവനെ അടിച്ചു മുറിക്കപ്പെടും അല്ലേ? വല്ലാത്ത രീതിയിൽ മുറിവേൽക്കേണ്ടതായിട്ട് വരും. അവനെ ചുമക്കുന്നവരൊക്കെ അതിനെ സഹിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്, മുറിവ് കെട്ടുന്ന നാളുണ്ട്, അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കും, ഒരുപാട് പേര് വരെ അടിക്കും, യാക്കോബിൻ്റെ സന്തതിയെ തല്ലും. പക്ഷേ അവൻ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കും. അന്ന് മുറിവ് കെട്ടുന്നവൻ പ്രത്യക്ഷപ്പെടും. ആ നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെയാകും. നാളെ രാവിലെ ഇറങ്ങി കിഴക്കോട്ടൊന്ന് നോക്കണം, സൂര്യൻ നമസ്കരിക്കാൻ വേണ്ടിയല്ല. എന്നിട്ട് പറയണം, സൂര്യ അധികം താമസിയാതെ നീരുണ്ടു പോകും. എന്നാൽ എൻ്റെ കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിൽ വാഴാൻ വരുമ്പോൾ, ഞങ്ങൾ അവനോടുകൂടെ വരുമ്പോൾ, ഇന്ന് ഞങ്ങൾ കാണുന്ന സൂര്യൻ ഇരുണ്ടു പോകും. എന്നാൽ ഞങ്ങൾ അവനോട് കൂടെ വരുമ്പോൾ നിന്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെയാകും. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ കഴിയും? അതെ, ഇന്ന് ആകാശത്തിലേക്ക് നോക്കി ചന്ദ്രനെ നോക്കി പറയണം, നിന്റെ പ്രകാശം ഇത്രയേ ഉള്ളെന്ന്. എന്നാൽ നിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ പകൽ പോലെ ആകാൻ പോവുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അത് പ്രപഞ്ചത്തെ നോക്കി പറയാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. അത് ഞാനും നിങ്ങളും പഠിക്കുന്നത് വെറുതെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. യോശുവ പറഞ്ഞില്ലേ, സൂര്യ അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ, നിന്നല്ലോ. അങ്ങനെ നിന്നെങ്കിൽ വായിച്ചു പഠിച്ച നമുക്കത് പറയാൻ സാധിക്കണം. അതെ, ഇവിടെ ചൂട് വർദ്ധിക്കുന്നുണ്ട്, ഇവിടെ വല്ലാതെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഒരു വിധാനം ദൈവം വിരിക്കാൻ പോകുകയാണ്. ഇത് രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ സമയം മുമ്പോട്ട് പോയിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. എനിക്ക് ഒരു ഭാഗത്തേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നിരവധി ഈ വിഷയങ്ങളൊക്കെ കർത്താവിൻ്റെ ആത്മാവ് സഹസ്രത വായിച്ചു പറഞ്ഞല്ലോ. നാം ഇതൊക്കെ കാണുമ്പോൾ, ചൂട് കൂടുമ്പോൾ പറയണം, ഒരു വിധാനം ദൈവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഒരു അനർത്ഥത്തിൽ ചെന്ന് അവസാനിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ഒരു റിസ്റ്റോറേഷനിലേക്ക്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയിലേക്ക് ലോകത്തെ ദൈവം ഭൂമിയെ മാറ്റാൻ പോവുകയാണ്. അതിനു മുമ്പായി ഒരു താഴ്ചയുണ്ട്, അനർത്ഥങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ലോകത്തിൻ്റെ ഭരണകർത്താവായിരിക്കുന്ന എതിർക്രിസ്തുവും കള്ളപ്രവാചകനും രാഷ്ട്രത്തലവനായിരിക്കുന്ന പിശാചും കൂടി ലോകത്തെ കട്ടുമുടിച്ച് ബോഷ്കിന്റെ ശക്തിയാക്കി ഇല്ലാതാക്കി കളയുമ്പോൾ അവനെ ഒതുക്കാൻ വേണ്ടി അവൻ്റെ ഭരണത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആ ക്രോധങ്ങൾ പകരും. അന്നത് സംഭവിക്കും. അതിൻ്റെ നിഴലുകൾ പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ നാം പറയേണ്ടത് നശിച്ചു പോകുന്ന കാര്യങ്ങളെ കുറിച്ചല്ല നാം കൂടുതലായി പഠിപ്പിക്കേണ്ടത്. പ്രകാശമായി തീരാൻ പോകുന്ന
നാളെയുടെ നന്മയുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രി നമുക്ക് ദൂത് നൽകുക. മുകളിലേക്ക് നോക്കി പറയണം, ഇത് മാറിപ്പോകാൻ, ഇതെല്ലാം ആകാശം ചുരുണ്ടുപോകും, എന്നാൽ ഇതെല്ലാം വിധാനം പോലെ ആക്കുവാൻ പോകുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്ന രാത്രിയിൽ? എത്ര പേർ രാത്രിയിൽ വിശ്വാസത്തോടെ സൂര്യനെ നോക്കും? എത്ര പേർ വിശ്വാസത്തോടെ ചന്ദ്രനെ നോക്കി പറയും? എത്ര പേർ മലകളോട് നോക്കി പറയും, അതെ നീയൊക്കെ മലകളോട് പറയണം പൊട്ടിയാർക്കാൻ സമയമായി, അത് സമതലമായി തീരാൻ സമയമായി, നദികൾ, ഇതിനൊക്കെ നമ്മൾ വായിച്ചു, അതിനെല്ലാം നേരെ വിപരീതമായിട്ട് മനോഹരമാക്കി തീർക്കാൻ പോവുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോൾ വളരെയധികം കഷ്ടതയുടെ കാലമല്ലേ മനസ്സിലാക്കിയത്, വളരെ പ്രതികൂലമായ കാര്യങ്ങളല്ലേ മനസ്സിലാക്കിയത്, പ്രകൃതി പോലും എതിരായി നിൽക്കുന്നല്ലേ മനസ്സിലാക്കിയത്. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ നേരെ വിപരീതമായ കാര്യം ഇപ്പോൾ ഇത് ഓർത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പഠിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായോ? എന്തെല്ലാം നെഗറ്റീവായി മാറിയോ അതിനെയെല്ലാം അനുഗ്രഹിക്കപ്പെട്ട പോസിറ്റീവുകളാക്കി മാറ്റുന്നതാണ് 1000 ആണ്ട് വാഴ്ച. അപ്പോൾ യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവിടെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെയാകും. എത്ര വിശ്വസിക്കുന്ന രാത്രിയിൽ അത് സംഭവിക്കുമെന്നുള്ളത്. ഭൂമിയിലുണ്ടാകുന്ന മാറ്റം നിമിത്തം മരുഭൂമി ഉദ്യാനമായി മാറും. യശായാവ് 32:15 മരുഭൂമി ഉദ്യാനമായും ഉദ്യാനം വനമായി മാറ്റപ്പെടുകയും എന്ന് പറഞ്ഞാൽ മരുഭൂമി പൂന്തോട്ടങ്ങളായി മാറും, പൂന്തോട്ടങ്ങൾ വനമായി മാറ്റപ്പെടും. യശായാവ് 32:15-16 കൃഷിക്ക് ആവശ്യമായ മുൻമഴയും പിന്മഴയും കൃത്യമായി ലഭിക്കുന്നത് കൊണ്ട് ആ കാലത്ത് ഭൂമിയിൽ പുഷ്ടിയും സമൃദ്ധിയും ഉണ്ടായിരിക്കും. മനുഷ്യരുടെ ആകാരത്തിന് മാത്രമല്ല, വളർത്തുമൃഗങ്ങളുടെയും കാട്ടിലെ മൃഗങ്ങളുടെയും ആകാരത്തിന് വരെ അന്ന് ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതെല്ലാം ആത്മാവിൽ ദർശിച്ച യെശയ്യാവ് പ്രകാരം രേഖപ്പെടുത്തി. യെശയ്യാവ് 30-23-34 വാക്യങ്ങളിൽ നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും, അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും, നിലമൊഴുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലുകൊണ്ടും വീശുപിടിപ്പാക്കിയത് ഉപ്പ് ചേർത്തമായ തീൻ തിന്നുമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ എതിർക്രിസ്തന പഠനത്തിൽ പഠിച്ച വിഷയങ്ങളോട് ബന്ധത്തിൽ നാം ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് വിപരീതമായ കാര്യങ്ങളാണ് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നത്. അന്ന് എന്തെല്ലാം ദൈവമായ കർത്താവ് അനർത്ഥമായി മാറ്റിയോ അതെല്ലാം ശോഭയായി അനുഗ്രഹമാക്കി മാറ്റുന്നതിനെ കുറിച്ചല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ അന്ന് സംഭവിക്കുന്ന അനർത്ഥങ്ങളെല്ലാം മാറ്റി ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റുന്നതാണ് 1000 ആണ്ട് വാഴ്ച. ഈ ഭൂമി നശിച്ചു പോകുന്നതിന് മുമ്പ് ഇല്ലാതായിത്തീരുന്നു, ഇത് നശിക്കുകയല്ല, ഇതിന്റെ പ്രവൃത്തി ഇല്ലാതായിത്തീരുന്നതിന് മുമ്പ് ഇങ്ങനെ നാശങ്ങൾ വന്ന് ഇല്ലാതായിത്തീർന്ന ഒരു ഭൂമി അല്ല കർത്താവ് കത്തി കഴിയുന്നത്. എന്തിനു വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചുവോ അത് അതിൻ്റെ പ്രവൃത്തി ചെയ്തെടുത്ത് അതിൻ്റെ ഫലം തീർത്ത ശേഷമായി തൻ്റെ ഉദ്ദേശമെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ആകാശം ഭൂമി കത്തി കഴിയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അല്ലാതെ ഇങ്ങനെ നാശം വരുത്തി അവസാനം അതിനെ കത്തിച്ച് കളയുകയല്ല ചെയ്യുന്നത്. അനുഗ്രഹമാക്കി എന്തിനു വേണ്ടിയാണോ ദൈവം ഭൂമി സൃഷ്ടിച്ചത്, മനുഷ്യനാകുന്ന വിളവിനെ കൊയ്തെടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ആരും ഭാരപ്പെടണ്ട. കർത്താവിന് വേണ്ടി നിത്യജീവൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഓടി നടക്കുകയൊന്നും വേണ്ട. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് വലിയൊരു വിളവെടുപ്പ് നടക്കും. നിത്യജീവനിലേക്കുള്ള വിളവെടുപ്പായിരിക്കുമെന്ന് നടക്കുന്നത്. അന്ന് ലോകത്തിലുള്ള വിളവെടുപ്പ് നടക്കുമ്പോൾ അന്ന് ദുഷ്ടന്മാർ വളരെ കുറവും നീതിമാന്മാരുണ്ട്. അതുകൊണ്ട് നിത്യജീവന് വേണ്ടി ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഓടുകയൊന്നും വേണ്ട. നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്യുക. കർത്താവ് പറയുക, കർത്താവേ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞങ്ങളത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദൈവം ഈ മണ്ണിൽ നിന്ന് തന്നെ ഇവിടുന്ന് തന്നെ വിളവെടുക്കും. പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠകരമായ ഒരു വിളവെടുക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് ആരും പരിതപിക്കണ്ട, ഭാരപ്പെടണ്ട. ഇന്ന് രാത്രിയിൽ വരാൻ പോകുന്ന നന്മയെ കണ്ടുകൊണ്ട് ആ സമയത്ത് കർത്താവിനോട് ഞാൻ നിങ്ങളും 1000 ആണ്ട് വാഴ്ചയിൽ ആയിത്തീരും എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടി ഇന്ന് രാത്രിയിൽ നെയ് ക്ലാസ്സിന് നമ്മൾ അവസാനം കുറിക്കുമ്പോൾ വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പം വളർത്തുമൃഗങ്ങൾക്ക് ഉപ്പും ചേർത്ത് രുചികരമായ വൃത്തിയുള്ള ആഹാരമാണ് കൊടുക്കുന്നെങ്കിൽ മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചിയെയും രുചിയെയും കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ.
അന്ന് വിലക്കയറ്റമോ സാധനങ്ങളുടെ ദുർലഭതയോ മായം ചേർക്കലോ ഒന്നും കാണുകയില്ല. സമ്പൽ സമൃദ്ധിയായ ഭരണകാലത്തെ കുറിച്ച് ബൈബിളിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടാകും. ഇന്ന് മായമാണ്, രോഗമുണ്ടാകും, ഭാരമുണ്ടാകും, വയറ്റുവേദന ഉണ്ടാകും, പ്രയാസമുണ്ടാകും എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച് കഴിച്ചുകൊള്ളുക. ദൈവം അനുവദിച്ചാൽ അവൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ ഇങ്ങനെയുള്ള മദ്യമയക്ക് മരുന്നുകളോ അങ്ങനെയുള്ള മായം ചേർക്കലോ രോഗം വരുന്ന ഒന്നുമില്ലാത്ത മൃഗങ്ങൾക്ക് പോലും ശ്രേഷ്ഠകരമായ ആഹാരമായി ലഭിക്കുന്നെങ്കിൽ എത്ര ശ്രേഷ്ഠകരമായ ആഹാരം അന്ന് നമ്മുടെ കർത്താവിനോട് നമുക്ക് കഴിക്കാൻ സാധിക്കും. അവൻ പന്തിയിലിരിക്കുന്നവരോട് പന്തിയിലിരിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു അനർത്ഥത്തെ വായിക്കും. നമ്മുടെ ദൈവം അനർത്ഥം കൊണ്ട ദൈവമല്ല. നമ്മുടെ ദൈവം അവനൊരിക്കലും അനർത്ഥത്തിൽ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതെല്ലാം അവൻ്റെ ഉദ്ദേശപ്രകാരം അനുഗ്രഹമായി തീരും. രാത്രിയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ദൈവനാമത്തിൽ ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവരെ, നാം ഒരുപാട് നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ യഹോവ അവയെല്ലാറ്റിൽ നിന്നും വിടിവിക്കുന്നു. രാത്രി സന്തോഷത്തോടെ പറ, അതെ, നമ്മുടെ അവസാനം അതിമഹത്തായിരിക്കും, അതിശ്രേഷ്ഠമായിരിക്കും. രാത്രി കണ്ണടച്ച ദൈവത്തിൽ ഏൽപ്പിക്കാം. എന്തുകൊണ്ട് ഇത്രയും കണ്ണുനീർ, ഇത്രയും അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് വേദനകൾ വന്ന് ഞാനും നിങ്ങളും ഞെരുങ്ങിപ്പോയിട്ടില്ലേ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തളർന്നു പോയിട്ടില്ലേ? ഒന്ന് ദീർഘശ്വാസം വിടുമ്പോൾ, ഒന്ന് ആശ്വസിക്കുമ്പോൾ ഉടൻ തന്നെ അടുത്തത് വരുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള വിവിധ വിഷയങ്ങളാൽ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ നെടുവീർപ്പും ഞെരുക്കവും ഓടിപ്പോകുവാൻ സമയമായി. യേശു കർത്താവ് നമ്മെ കാണുന്നുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയുടെ ദിവസങ്ങളാണ് ദൈവമക്കൾക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നമുക്ക് ഭയഭക്തിയോടെ നമ്മുടെ വിശുദ്ധിയെ തികച്ച് അതിൻ്റെ വരും വേണ്ടി ഒരുങ്ങി നിൽക്കാം. ഇപ്പോൾ ഉളിപ്പടവസം പഠിച്ച ആ പ്രിയപ്പെട്ടവർക്ക് അന്ന് സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. വചനങ്ങളായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നിരാശയോടെ അല്ല ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ചൂട് കൂടുമ്പോൾ പറയണം, ചൂട് കൂടും, മനുഷ്യനെ ചുടത്തക്കൊണ്ട് ചൂടുണ്ടാകും, പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കർത്താവ് നിന്നെ വെളിച്ചമാക്കി തീർക്കും. ഇന്നത്തെ 7 മടങ്ങ് വെളിച്ചമാക്കി തീർക്കും. ഈ സൂര്യനാണ്. അതിനെ ലോകത്തിൻ്റെ രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഭരണകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് സൂര്യൻ്റെ പ്രകാശത്തെ ചൂട് വർദ്ധിക്കത്തില്ല, പ്രകാശം 7 മടങ്ങായിത്തീരും. അന്ന് AC വേണ്ട, അന്ന് കൂളർ വേണ്ട, ഫാൻ വേണ്ട, ഒന്നും വേണ്ട. അത്തിവൃക്ഷത്തിന്റെ കീഴിൽ താമസിക്കത്തക്കവണ്ണമുള്ള സമാധാന നിർഭയതയുമുള്ള ഒരു കാലഘട്ടം വരുന്നു. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ഇന്ന് നാം ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ടെങ്കിൽ രാത്രി പറയണം, അതെ, നാം ഭാഗ്യമുള്ളവരായി തീരാൻ പോകുക, നാം നല്ലത് കാണാൻ പോകുക, നല്ലത് കേൾക്കാൻ പോകുക, നല്ലത് ചിന്തിക്കാൻ പോകുക. ദൈവമായ കർത്താവിന്റെ രാത്രി നമ്മെ സഹായിക്കട്ടെ. ദൈവരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ വേണം ക്രിസ്തുജീവൻ നയിക്കാൻ. അല്ല നിരാശയോടെ, ദുഃഖത്തോടെ, നെടുവീർപ്പോടെ അല്ല ഞാൻ നിങ്ങളും ജീവിക്കേണ്ടത്. പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവാത്മാവിന്റെ വചനങ്ങൾ ഏറ്റെടുക്കാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.